പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെ മുതൽ സംഭവിച്ച വാർത്തകൾ, തലക്കെട്ടുകൾ അതൊക്കെയാണ്. പെരുമഴ രാവിലെ മുതൽ തന്നെ തുള്ളിക്കുടം എന്ന ഒരു കുടം എന്ന മട്ടിൽ പെരുവരും മഴയോട് മഴയാണ്. പെയ്ത്ത്, ദുരിതം, വെള്ളക്കെട്ട്. കൊച്ചിയിൽ പ്രത്യേകിച്ച് കുറച്ചധികമാണ് ആ ദുരിതം. എന്തായാലും ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല മഴ ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. ആദ്യ വാർത്തയിലേക്ക് നമ്മൾ പോകുന്നത്, സംസ്ഥാനത്ത് മഴ അതിശക്തം. കനത്ത മഴയിൽ അക്ഷരാർത്ഥത്തിൽ മുങ്ങുന്നു കൊച്ചി. 2.5 മണിക്കൂറിനിടെ 150 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. കൊച്ചിയിൽ ലഘുമേഘ വിസ്ഫോടനമുണ്ടായി എന്ന സൂചനയാണ് കുസാറ്റിലെ കാലാവസ്ഥാ പഠന വിഭാഗം നൽകുന്നത്. ഇൻഫോ പാർക്ക് റോഡിൽ വീണ്ടും വെള്ളക്കെട്ടുണ്ടായി. തൃക്കാക്കരയിൽ 20 വീടുകളിൽ വെള്ളം കയറി. ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെയും എഴുത്തുകാരി എം ലീലാവതി ടീച്ചറുടെയും വീടുകളിൽ വെള്ളം കയറി. ഫോർട്ട് കൊച്ചിയിലും കണ്ണമാനിയിലും വള്ളം മറിഞ്ഞു. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും വിനിത ബിജി അശ്വിൻ പാലാഴിയും ചേരുന്നു. ആദ്യം വിഷ്ണുവിലേക്കാണ്. വിഷ്ണുവും, ഇന്ന് രാവിലെ മുതൽ കനത്ത പെയ്ത കുറച്ച് മണിക്കൂറുകൾ ബാക്കിയാക്കിയത് 2018-ലെ ആ പ്രളയ കാഴ്ചകൾ പോലെയുള്ള കാഴ്ചകളാണ് വിഷ്ണു. ഹാഷ്മി, സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ ഈ ചെറുമഴയിൽ കൊച്ചി കടന്നു പോകുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഈ മേരിമാതാ സ്കൂളിന് സമീപത്താണ്. വലിയ വെള്ളക്കെട്ട്, ഒരുപക്ഷെ പ്രളയത്തിലൊക്കെ കണ്ടിട്ടുള്ള പോലെ വെള്ളക്കെട്ടാണ്. ഇന്ന് സ്കൂൾ ഉണ്ടായിരുന്നു. കുട്ടികളെ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് എത്തിക്കുന്നതിന് വലിയ പ്രതിസന്ധി ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെയാണ്. നിലവിൽ പല കുട്ടികളും വീട്ടിലേക്ക് എത്തിയത്. ചേട്ടാ, വലിയ പ്രതിസന്ധി ഉണ്ടല്ലേ ഈ വെള്ളക്കെട്ട്? സാധാരണ ഇവിടെ ഉണ്ടാവാറുണ്ടോ? സാധാരണ വെള്ളം ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇത്രയും വെള്ളം കാണുന്നത്. വലിയ ബുദ്ധിമുട്ടായില്ലേ? സാധാരണ സ്കൂളിൽ വണ്ടിക്കാണോ വിടുന്നത്? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് വണ്ടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബാക്കി കുട്ടികളും എല്ലാവരും ഇങ്ങനെ തന്നെയാണ്? എല്ലാവരും ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച. എല്ലാ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. പ്രധാനമായും ഈ മെട്രോയുടെയൊക്കെ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. ഏകദേശം 150ഓളം വരുന്ന വീടുകളിലാണ് ഈ മേരിമാതാ സ്കൂളിന് സമീപത്തുള്ള പ്രദേശത്ത് മാത്രം വെള്ളം കയറിയിരിക്കുന്നത്. 2018-ൽ ചില പ്രളയ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നത്. അതിന് സമാനമാണ് നിലവിൽ ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. വീട്ടിൽ നിന്ന് വെള്ളം ഇറങ്ങിപ്പോകാത്ത ഒരു സാഹചര്യവുമുണ്ട്. ദാ ഈ കാണുന്ന ഗ്രൗണ്ടിൽ ഒരു വാഹനം ഉൾപ്പെടെ ഏകദേശം പകുതി മുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. അത്രയും ഉയരത്തിലാണ് ഈ പ്രദേശത്ത് വെള്ളം പൊങ്ങിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് മഴ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വെള്ളം ഇറങ്ങിപ്പോകുമെന്നൊരു പ്രതീക്ഷ എല്ലാവരും പങ്കുവച്ചെങ്കിലും പക്ഷെ നിലവിൽ വെള്ളം ഇറങ്ങിപ്പോകാത്ത സാഹചര്യമുണ്ട്. വെള്ളം കെട്ടിക്കിടക്കുകയാണ്. കുത്തൊഴുക്കാണ് ഈ തോടുകളിലെല്ലാം രൂപപ്പെട്ടിരിക്കുന്നത്. പലയിടങ്ങളിലും വെള്ളം തടഞ്ഞു കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും എല്ലാം നിറഞ്ഞ് ഈ തോടുകൾ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. അത് ഇൻഫോ പാർക്കിലും സമാനമായ സാഹചര്യത്തിലാണ് വെള്ളം പൊങ്ങിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ തൃക്കാക്കര മേഖലയിലും കളമശ്ശേരി, കാക്കനാട് മേഖലകളിലും എല്ലാം വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി നേരിട്ട മേഖല ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേരിമാതാ സ്കൂളിന് സമീപത്ത് തന്നെയാണ്. അവിടെ ഒരാൾ പൊക്കത്തിലേക്ക് വെള്ളം എത്തുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. പല ക്യാമ്പുകളും നിലവിൽ കൂടുതൽ ആളുകൾ ക്യാമ്പുകളിലേക്ക് എത്തുന്നു. നിലവിൽ ഇവരുടെ സ്കൂള് തുറന്നിട്ടുണ്ട് എന്നാണ് മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്ന് ആദ്യ ദിവസമായിരുന്നു. അതുകൊണ്ടാണ് പലരും വാഹനം ഉൾപ്പെടെ എടുക്കാതെ എല്ലാവരും ആ രീതിയിലാണ് രാവിലെ വന്നത്. കാര്യമായ മഴ അലർട്ട് ഉണ്ടായിരുന്നില്ല, യെല്ലോ അലർട്ടായിരുന്നു. പക്ഷേ അപ്രതീക്ഷിത മഴ കാര്യങ്ങളെല്ലാം തകിടം മറിച്ചിരിക്കുന്നു. ഈ സ്കൂളിൽ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ അപ്പുറത്തേക്ക് ചെന്നാലാണ് മെയിൻ റോഡ്. അത് നടന്നു തന്നെയാണ് ആളുകളെല്ലാം സാധാരണഗതിയിൽ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ കടുത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടുകൂടി കുട്ടികളെല്ലാം എടുത്തുകൊണ്ട് തോളിൽ കയറ്റി ഇരുത്തിയൊക്കെയാണ് ആളുകൾ പോയത്. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ ഈ മേഖല കടന്നു പോകുന്നു എന്ന് പറയാം. ആളുകൾ വീട്ടിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഈ കോരി കളയുന്ന ഒരു നടപടിയിലേക്ക് കടക്കുന്നു. പക്ഷേ അത് എത്രത്തോളം സാധ്യമാണെന്നറിയില്ല. കാരണം ഈ തോട്ടിൽ നിന്ന് ഇപ്പോഴും വെള്ളം കുത്തിയൊഴുകി എത്തുകയാണ്. ഈ കിഴക്കിൽ നിന്നുള്ള വെള്ളമൊക്കെ കുത്തിയൊഴുകി എത്തുകയാണ്. അതുകൊണ്ട് ഈ വെള്ളം കളയുക അല്ലെങ്കിൽ മുഴുവനായി മാറ്റുക എന്നുള്ളത് ശ്രമകരമാണ്. ഒരുപക്ഷെ അടുത്ത മണിക്കൂറിൽ മഴ ശക്തമായി കഴിഞ്ഞാൽ പല വീടുകളുടെ പകുതിയോളം തന്നെ നിറയാൻ, ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന വീടിന്റെ ഏറെക്കുറെ മുൻ
താഴത്തെ നിലയിൽ പകുതിയോളം വെള്ളം കയറി കിടക്കുകയാണ്. അതിന് സമാനമാണ് മറ്റ് ഇടങ്ങളിലെ ഈ പ്രദേശത്തെ മറ്റ് വീടുകളിലും. അത്രയേറെ പ്രതിസന്ധി ഈ മേഖലയിൽ നേരിടുന്നുണ്ട്. കഴിഞ്ഞ തവണകളിലെല്ലാം പരാതി നൽകിയതാണ്, വിഷയം ഉന്നയിച്ചതാണ്. പക്ഷേ അധികൃതർ ആരും തന്നെ അത് കാര്യമായി എടുത്തില്ല. ഇനിയിപ്പോൾ വെള്ളം പൊങ്ങിയ ഘട്ടത്തിൽ അവർ ഉറപ്പായും വരും, തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് പറയും. പക്ഷേ അതും എത്രത്തോളം സാധ്യമാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇനി കാലവർഷം വരാൻ കിടക്കുകയാണ്. അതിനു മുമ്പ് പോലും ഇത്തരം, അതായത് 23-ാം തീയതി പെയ്ത മഴയിലും സമാനമായ രീതിയിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അന്ന് പരിഹരിക്കപ്പെട്ടില്ല. വീണ്ടും ഇന്ന് ആവർത്തിച്ചിരിക്കുന്നു. ഇനി കാലവർഷക്കെടുതി വരുമ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്ക ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. ഈ തോട്ടിലെ ഒഴുക്ക് കണ്ടാൽ മനസ്സിലാകും എത്ര ശക്തിയിലാണ് വെള്ളം ഇരച്ചെത്തുന്നത് എന്ന്. ഈ വെള്ളം പല വീടുകളിലേക്കും, ഈ തോടിന് സമീപത്തുള്ള പല വീടുകളിലേക്കും, ഏകദേശം 150ഓളം വരുന്ന വീടുകളിലേക്കും ഇരച്ച് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ ഉൾപ്പെടെ അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. സ്കൂളിൽ ഇന്ന് നിലവിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ടത് മേരിമാത സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു ഘട്ടം ഉണ്ടായിരുന്നു സ്കൂൾ വിട്ട ശേഷം. പിന്നീട് ഒരല്പം മഴ മാറിയപ്പോഴാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയത്. മാതാപിതാക്കൾ ഉൾപ്പെടെ എത്തി. കുഞ്ഞു കുട്ടികളാണ്, അവരെ തോളിലേറ്റി. അവർക്ക് നടന്നു പോകാൻ പറ്റില്ല, ഒരുപക്ഷെ അവർ മുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി നടന്നു പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് മാതാപിതാക്കൾ തോളിലേറ്റിയാണ് വിദ്യാർത്ഥികളെ പലരെയും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാറ്റിയത്. ഈ പ്രശ്നം അടിയന്തരമായി ഈ വിഷയം നഗരസഭ ഉൾപ്പെടെയുള്ള ആളുകൾ പരിഹരിച്ചില്ലെങ്കിൽ വരുന്ന കാലവർഷക്കെടുതിയിൽ ഈ പ്രദേശം വെള്ളത്തിനടിയിലാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹാഷ്മി, ഉറപ്പായും വിഷ്ണു, സാധ്യതയല്ല, ഉറപ്പായും അങ്ങനെ ആവും. കാര്യം ഈ മഴയത്ത് ഇങ്ങനെയാണെങ്കിൽ കാലവർഷം ശരിക്കും ആഞ്ഞു പെയ്യുമ്പോൾ ആ മേഖല എങ്ങനെയാവുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് ഈ മെട്രോ തൂണുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളൊക്കെ പറയുന്നുണ്ട്. നോക്കട്ടെ എന്താണ് അവിടുത്തെ പ്രശ്നം. അടിയന്തരമായി പരിഹരിക്കാൻ കഴിയുമെങ്കിൽ പരിഹരിക്കട്ടെ, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ആ മേഖലയിലെ ജനജീവിതം ദുരിതമാകും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. വിനിത വിജി മരടിൽ നിന്ന് ചേരുന്നു. വിനിത, കൊച്ചിയിൽ ഇവിടെ മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ ഇടവഴികളും, ഇടപ്പള്ളിയൊക്കെ അവിടുന്ന് രാവിലെ വരുന്ന സമയത്തൊക്കെ വലിയ വെള്ളക്കെട്ട് റോഡിൽ തന്നെ രാവിലെ തന്നെ രൂപപ്പെട്ടിരുന്നു. എന്താണ് ഇപ്പോൾ വിനിത നിൽക്കുന്ന മേഖലയുടെ അവസ്ഥ? ഹാഷ്മി, ഞാനിപ്പോൾ നിൽക്കുന്നത് മരട് കുണ്ടന്നൂർ മേഖലയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ചെറിയ രീതിയിലാണ് മഴയുള്ളത്. പക്ഷേ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. എറണാകുളം ജില്ലയിൽ ഇന്നും മഴ മുന്നറിയിപ്പുണ്ട്. ഒപ്പം തന്നെ ഈ ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ, താഴ്ന്ന മേഖലകളിലേക്കൊക്കെ തന്നെ അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ മുണ്ടൻവേലി ഭാഗത്തും അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ട് തന്നെയാണുള്ളത്. പല മേഖലകളിലേക്കും ഈ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് ഗതാഗത തടസ്സം നേരിട്ടു. ഈ നഗരമേഖലകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ കഴിഞ്ഞ മഴക്കാലത്തൊക്കെ വെള്ളം കയറാത്ത, നമ്മൾ ഏറ്റവും കൂടുതൽ സുരക്ഷിതമെന്ന് കരുതിയ പല മേഖലകളിലുമാണ് ഇക്കുറി ഇന്ന് രാവിലെ ഏതാണ്ട് 2.5 മണിക്കൂറോളം മഴയൊന്ന് കനത്തപ്പോൾ തന്നെ വെള്ളത്തിനടിയിലായത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഇടമാണ് നേരത്തെ വിഷ്ണു സൂചിപ്പിച്ച ഈ തൃക്കാക്കര മേഖല. പിന്നെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ആ ഇടപ്പള്ളി ഭാഗത്തേക്കൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരുന്നത്. ഇരുവശത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് നമ്മൾ അവിടെയൊക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ കണ്ടത് മറുവശങ്ങളിലായി വാഹനങ്ങൾ ഇങ്ങനെ നിർത്തിയിട്ടുകൊണ്ട് യാത്രക്കാർ കാത്തു നിൽക്കുകയാണ്. എങ്ങനെ മറുവശത്തേക്ക് പോകും എന്നുള്ളതായിരുന്നു ആ ഒരു ആശങ്ക അവരുടേത്. എങ്കിൽ പോലും പല ആളുകളും ഈ ഇരുചക്ര വാഹനങ്ങളും ഒക്കെയായി വെള്ളത്തിലേക്ക് ഇറങ്ങി. നമ്മൾ ആ നിന്ന സ്പോട്ടിൽ തന്നെ ഏതാണ്ട് 5 or 6 വാഹനങ്ങളാണ് ഓഫായി പോയത്. പിന്നീട് ഇത് കണ്ടുനിന്ന നാട്ടുകാരൊക്കെ ഇടപെട്ടുകൊണ്ട് ആ വാഹനങ്ങൾ ഉന്തിക്കയറ്റിയൊക്കെയാണ് ആ മേഖലയിൽ നിന്ന് വെള്ളക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചത്. ഈ താഴ്ന്ന മേഖലകളിലേക്കുള്ള കടകളിലും ഒപ്പം തന്നെ സ്കൂളിലെ ഭാഗങ്ങളിലേക്കും ഒക്കെ ഇങ്ങനെ വെള്ളം അതിരൂക്ഷമായി തന്നെ കയറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്നത് പോലെ പല മേഖലകളിലേക്കും മഴ ഇപ്പോഴും ഇങ്ങനെ ശക്തമായി തന്നെ പെയ്യുകയാണ്. ഒപ്പം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ 2.5 മണിക്കൂറിനിടയിലൊക്കെ പെയ്ത മഴ അവർക്കൊരു ദുരിത ജീവിതം തന്നെയാണ് വിതച്ചതെന്ന് പറയേണ്ടി വരും. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, ഞാനിപ്പോൾ പോയ പശ്ചിമ കൊച്ചി മേഖലയിൽ ഈ മുണ്ടൻവേലി ഭാഗത്ത് താമസിക്കുന്ന PNG കോളനി നിവാസികളുണ്ട്. അവർ ഈ PNG കോളനിയിലൊക്കെ ഈ മഴയും വെള്ളക്കെട്ടും രൂക്ഷമായതിനെ തുടർന്ന് GCDയുടെ മറ്റും നേതൃത്വത്തിലാണ് അവർക്ക് മുണ്ടൻവേലിയിൽ ഫ്ളാറ്റുകൾ നൽകി അങ്ങോട്ടേക്ക് ഈ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി അവരെ മാറ്റിയിരുന്നത്. അവരുടെ ഈ ഫ്ളാറ്റുകളിലേക്കടക്കം മഴ കനത്തതോടെ വെള്ളം ഒലിച്ചെത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിയത്. പല ഫ്ളാറ്റുകളും ചോർന്നൊലിക്കുന്നു എന്നാണ് അവിടെ താമസിക്കുന്ന ആളുകൾ പറയുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, അധികൃതർ ഇതിൽ ഇടപെട്ടുകൊണ്ട് എത്രയും വേഗം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. ഈ ആളുകളൊക്കെ പറയുന്നത്, ഈ ഫോർട്ട് കൊച്ചി മേഖലയിലേക്കുള്ള താഴ്ന്ന ഇടങ്ങളിലേക്കൊക്കെ ഈ കാനകൾ വൃത്തിയാക്കാത്തതും അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ രീതിയും ഒക്കെ, ഓടകളുടെ നിർമ്മാണ രീതിയും ഒക്കെയാണ് ഇങ്ങനെ ഈ വെള്ളക്കെട്ടുണ്ടാകാൻ കാരണമെന്നാണ് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലവർഷം എത്തുന്നതേ ഉള്ളൂ. അതിനു മുൻപ് തന്നെ ഈ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ വരുന്ന മഴക്കാലത്ത് ഇത്തരം വെള്ളക്കെട്ടുകൾ അതൊരു വലിയ തോതിൽ ഒഴിവാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഹാഷ്മി, ഓക്കെ, വിനിത വിജയാണ് മരടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇവിടെ പ്രമോദ് ജോർജ് പറയുന്നു, പിന്നെ മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ടുകൾ ഉണ്ടാകാറുണ്ട്, കുറച്ച് കഴിയുമ്പോൾ അത് മാറിപ്പോകും, അതിപ്പോൾ വലിയ കാര്യമൊന്നുമല്ല എന്ന് പറയുന്നത്. അപ്പോൾ പ്രമോദ് ജോർജ് ഇരിക്കുന്നിടത്ത് സേഫായിട്ടിരിക്കുക, വെള്ളക്കെട്ടിൽ ദുരിതപ്പെടുന്ന മനുഷ്യരുടെ മുന്നിൽ പോയി ഒന്നും പറഞ്ഞേക്കരുത്, ചിലപ്പോൾ വല്ലാത്ത പ്രതികരണം ഉണ്ടാവും.
അശ്വിൻ പാലാഴി പൈപ്പ് ലൈനിൽ ചേരുന്നുണ്ട്. അശ്വിൻ, എന്താണ് പൈപ്പ് ലൈൻ മേഖലയിലെ അവസ്ഥ? കൊച്ചിയിലെ ഒട്ടുമിക്ക എല്ലാ പ്രധാനപ്പെട്ട റോഡുകളിലും കാണുന്ന ദുരിതം അവിടെയും പ്രകടമാണോ അശ്വിൻ? തീർച്ചയായും ഹാഷ്മി, നമ്മളിപ്പോൾ ഉള്ളത് തൃക്കാക്കരയിലെ പൈപ്പ് ലൈൻ റോഡിലാണ്. ഇവിടെ വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. വീടുകളിലെ വെള്ളം ഇറങ്ങി തുടങ്ങി. പക്ഷേ വീടുകളിലേക്ക് പോകുന്ന റോഡുകളിലെല്ലാം വലിയ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ്. ഈ വഴിയിലാണ് ലീലാവതി ടീച്ചറുടെ വീടുണ്ടായിരുന്നത്. അവിടെയാണ് നമ്മൾ അല്പസമയം മുമ്പുണ്ടായിരുന്നത്. അവിടെ ടീച്ചറുടെ പുസ്തക ശേഖരത്തിൽ പകുതിയോളം വെള്ളത്തിനടിയിലായിട്ടുണ്ട് എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. ഒപ്പം ടീച്ചർ എഴുതിക്കൊണ്ടിരുന്ന പുസ്തകത്തിന്റെ പണിപ്പുരയിലായിരുന്ന പുസ്തകം പോലും വെള്ളത്തിലടിയിലാവുന്ന ഒരു അവസ്ഥ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ വീടുകളിൽ ഇപ്പോഴും വെള്ളം കയറി കിടപ്പുണ്ട്. ഇവരെല്ലാം മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഈ ഏകദേശം ഒരു 3 മണിക്കൂറോളമാണ് മഴ നീണ്ടു നിന്നത്. ഏറ്റവും കൂടുതൽ മഴ പെയ്ത ഒരു പ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് അനുഭവിക്കുന്ന ഒരു പ്രദേശം തൃക്കാക്കരയാണ് കൊച്ചിയിലെ. ഒപ്പം കളമശ്ശേരി അടക്കമുള്ള മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഈ വീടിലെല്ലാം വീടിനൊപ്പം വെള്ളം നിൽക്കുന്ന സാഹചര്യമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ വീടിന്റെ അകത്തേക്ക് വെള്ളം കയറിയിരുന്നു. അല്പസമയം മുമ്പാണ് വെള്ളം ഇറങ്ങി തുടങ്ങിയത്. ഇവിടെ നിന്ന് ഇവര് പ്രായമായ ആളുകളൊക്കെ ഉള്ള വീടുകളാണ്. അവരെല്ലാം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് ആളുകളുടെ വീട്ടിലേക്കും സഹോദരങ്ങളുടെ വീട്ടിലേക്കുമെല്ലാം ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളെ മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു തൃക്കാക്കര പൈപ്പ് ലൈൻ റോഡിൽ ഏകദേശം 500-ലധികം വീടുകളാണുള്ളത്. ആ വീടുകളെ പൂർണ്ണമായും ഈ വെള്ളക്കെട്ട് ബാധിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ നിന്നെല്ലാം ആളുകൾ മാറിപ്പോയിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടുത്തെ ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് 2019 പ്രളയത്തിന് ശേഷം ആദ്യമായാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നത്. ഓടകളിൽ നിന്ന് വെള്ളം ഒഴുകി പോകുന്നില്ല എന്നുള്ളതാണ് പ്രതിസന്ധി. അത് കൃത്യമായ മഴക്കാല മുന്നൊരുക്കങ്ങൾ ഇവിടെ നടത്താത്തതിന്റെ ഭാഗമായാണെന്ന് പരാതിപ്പെടുന്നുണ്ട്. ഈ വീട്ടിലൊക്കെ വലിയ തോതിൽ നമ്മൾ ഈ മുന്നോട്ട് നടക്കുമ്പോൾ കൂടുതലായി വെള്ളം ഉയർന്ന് നമ്മുടെ മുട്ടിനൊപ്പം ഒക്കെ വെള്ളം എത്തുന്നൊരു സാഹചര്യമുണ്ട്. ഈ വീട്ടിലെല്ലാം വലിയ തോതിൽ വെള്ളം കയറിയിട്ടുമുണ്ട്. നമ്മൾ അവിടെ നിന്ന് തുടങ്ങുമ്പോൾ കാൽപാദം വരെ ആയിരുന്നുവെങ്കിൽ ഒരു 10 മീറ്റർ നടക്കുമ്പോൾ അത് മുട്ടിനൊപ്പം എത്തുന്ന അവസ്ഥയാണുള്ളത്. എന്തായാലും മഴ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ വെള്ളക്കെട്ട് വലിയ ദുരിതമായി തുടരുകയാണ് ഹാഷ്മി. ഓക്കെ, അനുഷ പി കേൾക്കുന്നതിനോട് ഈ മഴയിൽ സ്കൂൾ നേരത്തെ തുറക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ചോദ്യമാണ് കേട്ടോ, പ്രധാനപ്പെട്ട ചോദ്യമാണത്. ജോസ്ഫിൻ ജോസഫ് ചോദിക്കുന്ന, ആഷിബ്രോ, കോട്ടയത്ത് റെഡ് അലർട്ടിന് തുല്യമായ പെരുമഴ. കൊച്ചി മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ വലിയ മഴയാണ്. തിരുവനന്തപുരത്തെ അരുവിക്കരയിൽ നിന്നും ഹരികൃഷ്ണൻ ചേരുന്നുണ്ട്. ഹരി, എന്താണ് തിരുവനന്തപുരത്തെ പൊതു സാഹചര്യം? അരുവിക്കരയിൽ ഹരി നിൽക്കുന്നത് ഇപ്പോൾ എവിടെയാണ്? ഹാഷ്മി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അരുവിക്കര മൈലം 15-ാം വാർഡിലാണ്. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, ഈ രാവിലെ മുതൽ പെയ്ത മഴയിൽ, തിരുവനന്തപുരം നഗരത്തിൽ പെയ്ത മഴയിൽ വെള്ളം കയറിയ ഒരു വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഈ കിടപ്പ് രോഗി അടക്കമുള്ള ആളുകൾ, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ ഉണ്ട്. ഈ മഴയത്ത് ഇത്തരത്തിൽ വീട്ടിലേക്ക് വെള്ളം കയറി എന്നുള്ളതാണ്. ഇവിടെ ഈ വീടിന്റെ ഈ പൊക്കത്തിൽ, അതായത് ഈ തരത്തിലുള്ള ഈ പൊക്കത്തിൽ വരെ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇവർക്ക് ഈ നമുക്ക് വീടുകളിൽ അവരുടെ ഉപകരണങ്ങൾ അടക്കം മുകളിൽ കയറ്റി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ വീട്ടിലകത്തേക്ക് വരുമ്പോഴേക്കും ഇവിടെ ഒരു പ്രായമായൊരു രോഗബാധിതയായ കിടപ്പ് രോഗിയായ ഒരു സ്ത്രീ ഉണ്ട്. ഈ വീട്ടിലെ ചേട്ടന്റെ അമ്മയാണ്. അവരടക്കം എങ്ങോട്ട് മാറാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണുള്ളത്. ഇപ്പോൾ അല്പം മഴ മാറി നിൽക്കുകയാണെങ്കിലും ഈ വെള്ളം അത് ഇറങ്ങി തുടങ്ങിയെങ്കിലും ഈ വീടിനകത്തുള്ള വെള്ളം അത് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഇവിടുത്തെ വീട്ടുപകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇവര് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഈ വീട്ടിൽ ഇവരെന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവർ പറയുന്നത് കുറെ നാളുകളായിട്ട് ഇത് അധികൃതരെയൊക്കെ അറിയിക്കുന്നുണ്ടെങ്കിലും അത് മാറ്റിത്തരാനുള്ള സാഹചര്യം തിരുവനന്തപുരത്തെ അരുവിക്കരയിൽ നിന്നാണ് ഹരികൃഷ്ണ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇവിടെ മാത്രം തിരുവനന്തപുരത്തടക്കം തെക്കൻ കേരളത്തിൽ പൊതുവെ വലിയ മഴയാണ്. കൊച്ചിയിലാണ് ഒരുപക്ഷെ ദുരിതക്കെട്ട് കൂടുതൽ രൂക്ഷം എന്ന് തോന്നുന്നു. ഹരി, തുടരൂ. നടക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആ തരത്തിൽ ഇവിടെ കിടക്കുന്നൊരവസ്ഥയാണ്. ഇത് എങ്ങോട്ട് മാറ്റാൻ കഴിയുമെന്ന് ഇവർക്ക് അറിയില്ല, വീട്ടുകാർക്ക് അറിയില്ല. ഇവിടെ ഈ വീട്ടിനകത്ത് മൊത്തം വെള്ളം കയറിയിട്ടുണ്ട്. നടക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ തരത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇവിടെയുള്ളത്. ഈ അരുവിക്കര ഈ മൈലം ഭാഗത്താണ്, മൈലം 15-ാം വാർഡിലാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എലിപ്പനി ബാധിത പ്രദേശം കൂടിയാണ് ഇവിടെ എന്നുള്ളത് ഈ ആരോഗ്യ അധികൃതർ അടക്കം പറയുന്നുണ്ട്. അപ്പോഴും ഈ വീട്ടിൽ എങ്ങനെയാണ് ഈ വെള്ളം കയറുന്നു, അതിനനുസരിച്ചുള്ള ഒരു പരിഹാര മാർഗങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ ഗൃഹനാഥൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഇത് ഇപ്പൊ എന്താണ് ഇത്, എന്താ ഓട കലങ്കിടാതെ ഇവർക്ക് അടയ്ക്കുകയും നമ്മളെ ഓടയെല്ലാം നിമിന്ന് അടയ്ക്കുകയും വെള്ളം വെളിയിലോട്ട് പോകാൻ നോക്കുന്നില്ല, പുറത്തോട്ട് പോകാതെ കെട്ടി വീട്ടിനകത്ത് കയറുകയാണ്. എല്ലാ മഴയിലും ഇങ്ങനെയൊക്കെ തന്നെയാണോ? എല്ലാ മഴയ്ക്കും ഇങ്ങനെയാണ്. മോളിലെ ഊറ്റുകൾ വന്ന് എല്ലാം കൂടെ നമ്മളെ കാമ്പൗണ്ടിൽ ഇറങ്ങി വീട്ടിനകത്ത് മൊത്തം കയറും. ഓടയിലെ ഇതൊരു കഷ്ടമാണ്. ഓരോരോ വീടുകളുടെ അവസ്ഥയാണ്.
എന്താണ് ഈ ഓടകൾ അശാസ്ത്രീയമായ നിർമ്മാണം, അല്ലെങ്കിൽ അത് ഓട ക്ലീൻ ചെയ്യാതിരിക്കുക, മഴക്കാലപൂർവ്വ ശുദ്ധി നടത്താതിരിക്കുക തുടങ്ങിയ അവസ്ഥയിൽ ദുരിതപ്പെടുന്നത് ഈ മനുഷ്യരാണെന്ന് ആരും തർക്കമില്ല. പ്രദീപ് ചന്ദ്രൻ പറയുന്നു ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ, എന്നാൽ വീട്ടിലേക്ക് വെള്ളം വിടുന്ന പദ്ധതിയാണെന്ന് കൊച്ചിക്കാർ അറിഞ്ഞില്ല എന്ന് പറയുകയാണ്. അഞ്ജന പറയുന്നു ഇന്നലെ രാത്രി മുതൽ കൊട്ടാരക്കര ആനക്കോട്ടൂരൊക്കെ നല്ല മഴയാണ്, ഇതുവരെ തോർന്നിട്ടില്ല, ഒപ്പം അതിശക്തമായ കാറ്റുമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ കേരളത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ ഹനീഫ സക്കാഫി പറയുന്നു മലപ്പുറത്ത് നല്ല മഴയാണെന്ന് പറയുന്നു. അങ്ങനെ കേരളത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും വലിയ മഴ പെയ്യുന്നുണ്ട്. ട്രിവാൻഡ്രം മഴയുണ്ടോ? അതുല്യ മഴയുണ്ട്, അതുല്യ. എന്തായാലും കാസർഗോഡ് കാഞ്ഞങ്ങാടാണ് 14-കാരൻ പുഴയിൽ മുങ്ങി മരിച്ചു. അബ്ദുള്ള കുഞ്ഞിയുടെ മകൻ സിനാനാണ് മരിച്ചത്. അരയി കാർത്തികപ്പുഴയിലാണ് അപകടമുണ്ടായത്. അരുൺ പാറക്കൽ വിവരങ്ങളും വച്ചിരുന്നു. അരുൺ, ഈ പുഴയിൽ വെള്ളത്തെ തുടർന്ന് വലിയ അധികമായി വെള്ളമുണ്ടായിരുന്നു. ഇത് അപകട മേഖലയാണോ അരുൺ? ഹാഷ്മി, പ്രദേശം അപകട മേഖലയല്ല, പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ ഈ പ്രദേശത്തുണ്ടായിരുന്നു. പുഴയിലൊക്കെ വെള്ളം കൂടി നിൽക്കുന്ന സമയമാണ്. ഈ കുട്ടി അവിടേക്ക് കുളിക്കാൻ പോയതാണ് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കുട്ടി കാൽ തെറ്റി പുഴയിലേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ നിലവിളിച്ചു. നാട്ടുകാരൊക്കെ ഇറങ്ങി തെരച്ചിൽ നടത്തി. അതിനിടയിൽ കുട്ടിയെ കണ്ടെത്തിയെങ്കിലും പക്ഷേ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അപകടമാണ്. അരയിൽ വട്ടത്തോടിയിലെ അബ്ദുള്ള കുഞ്ഞിയുടെ മകനാണ് സിനാൻ, 14 വയസ്സുകാരനാണ്. അരയി കാർത്തികപ്പുഴയിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഹാഷ്മി, ഓക്കെ, സങ്കടകരമായ വാർത്തയാണ്. പുഴയിൽ അബ്ദുള്ള കുഞ്ഞിയുടെ മകൻ സിനാനാണ് മരിച്ചത്. കാഞ്ഞങ്ങാട് 14-കാരനാണ് പുഴയിൽ മുങ്ങി മരിച്ചത്. പ്രേക്ഷകർക്കറിയാം ഈ ദിവസങ്ങളിൽ അത്തരത്തിൽ പുഴയിൽ മുങ്ങി മരിക്കുന്നതും ജലാശയങ്ങൾ മുങ്ങി മരിക്കുന്ന വാർത്തകൾ അധികമായി വരുന്നുണ്ട്. ഒരു കാരണവശാൽ കുഞ്ഞുങ്ങളെ ജലാശയത്തിലേക്ക് കളിക്കാനോ കുളിക്കാനോ ഒന്നും വിടാതിരിക്കുക. അക്കാര്യത്തിലൊരു മഴ മാറിയിട്ട് മതി ആ കളികൾ എന്ന് ഉറപ്പായും അവരെ വിലക്കണം, കർശനമായി തന്നെ വിലക്കേണ്ട സാഹചര്യമാണ്. വിഷ്ണു സുരേഷിലേക്ക് ഒരിക്കൽ കൂടി ചേർന്നു. വിഷ്ണു, മഴ ജസ്റ്റ് ഒന്ന് തോർന്നോ? അശ്മി, മഴ മാറി നിൽക്കുന്നുണ്ട്, പക്ഷേ ഏത് സമയത്തും ശക്തമായി പെയ്യാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. അപ്പോഴും ഈ വെള്ളക്കെട്ടിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ആശങ്ക. സാധാരണ കഴിഞ്ഞ ദിവസം 23-ാം തീയതി പെയ്ത മഴയിൽ നമ്മൾ കണ്ടതാണ്, ഒരു 2 മണിക്കൂർ മഴ മാറി നിന്ന ഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ വെള്ളം ഇറങ്ങിപ്പോകുന്നു. പലയിടങ്ങളിലും വലിയൊരു വെള്ളക്കെട്ട് രൂപപ്പെട്ടൊരു ഇൻഫോ പാർക്ക് ഉൾപ്പെടെ. പക്ഷേ 2 മണിക്കൂറിനോട് തന്നെ ആ വെള്ളം ഇറങ്ങിപ്പോയിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല സാഹചര്യം. മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും പലയിടങ്ങളിലും വെള്ളം കൂടി വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രദേശത്ത് നമ്മളിപ്പോൾ വന്നിട്ട് തന്നെ ഏകദേശം 1 മണിക്കൂർ പിന്നിടുന്നു. അപ്പോഴും ഈ വെള്ളത്തിൽ ഒരു തരത്തിലുള്ള കുറവും സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, പലയിടങ്ങളിലും വെള്ളം കയറി വരുന്നതായുള്ള സംശയങ്ങൾ തോന്നുന്നുണ്ട്. നേരത്തെ വന്ന സ്ഥലങ്ങളൊക്കെ നിലവിൽ വെള്ളത്തിനടിയിലേക്ക് പോകുന്ന ഒരു പ്രശ്നം കൂടി ഇവിടെ ഉണ്ട്. അതിനെന്താണ് പ്രധാനപ്പെട്ട കാരണമെന്ന് ചോദിക്കുമ്പോൾ നാട്ടുകാർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് അത് ഈ കലുങ്കുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രദേശത്തെ കലുങ്കുകളുമായി ബന്ധപ്പെട്ടുള്ള അശാസ്ത്രീയമായ നിർമ്മാണവും അതോടൊപ്പം ഈ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നതൊക്കെയാണ്. ഇന്ന് ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപമായി ആളുകൾ ഉന്നയിക്കുന്നത് ഈ കൊച്ചി മെട്രോയുടെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമായി നടന്നു. നിരവധി തവണ പരാതി നൽകിയെങ്കിലും അത് പരിഹരിക്കാൻ അവർ തയ്യാറായില്ല. ഈ പ്രശ്നം മുൻകൂട്ടി ഈ പ്രദേശവാസികൾ കണ്ടിരുന്നു. അതായത് അവിടുത്തെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ കലുങ്കിന് വീതി കൂട്ടിയില്ലെങ്കിൽ ഈ പ്രദേശം വെള്ളത്തിനടിയിലാകുമെന്ന് നേരത്തെ അവർ പരാതിയായി ഉന്നയിച്ചിരുന്നു. പക്ഷേ അതൊന്നും അവർ കാര്യമായി പരിഗണിച്ചില്ല. അതാണ് ഈ മേഖലയിലെ വെള്ളക്കെട്ടിന് കാരണമായത്. അതോടൊപ്പം ഇൻഫോ പാർക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും വെള്ളക്കെട്ടിനടിയിലാവുന്നത് നമ്മൾ കണ്ടതാണ്. 23-ാം തീയതി ഇൻഫോ പാർക്കിൽ വെള്ളം കയറിയപ്പോൾ അന്ന് CEO ജില്ലാ ഭരണകൂടത്തിനൊരു കത്തയച്ചിരുന്നു. അതായത് ഇതിന് തൊട്ടടുത്തുള്ള ഈ കോഴിച്ചിറ എന്ന് പറയുന്ന ബണ്ട് അത് അടഞ്ഞു കിടക്കുന്നതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നായിരുന്നു വ്യക്തമാക്കി കത്തയച്ചത്. പിന്നാലെ തന്നെ ജില്ലാ ഭരണകൂടം ആ ബണ്ട് പൊട്ടിച്ചു വിടുന്ന കാഴ്ചയും കണ്ടു. പക്ഷേ അതല്ല യഥാർത്ഥ കാരണം എന്നാണ് നിലവിൽ ഇന്നത്തെ മഴയിൽ നമുക്ക് മനസ്സിലായത്. ആ ബണ്ട് പൊട്ടിച്ചിട്ടും ഇൻഫോ പാർക്കിലെ വെള്ളത്തിന് കുറവുണ്ടായില്ല. അന്താരാഷ്ട്ര തലത്തിൽ ഉൾപ്പെടെ വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒന്നാണ് ഇൻഫോ പാർക്കിൽ അടിക്കടി ഈ വെള്ളം കയറുന്നത്. വലിയ സംരംഭകർ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്താൻ കാത്തിരിക്കുന്നിടത്താണ് ഈ വെള്ളം കയറിയ ഒരു IT ഹബ്ബ് എന്നൊരു ലേബലിലേക്ക് ഇൻഫോ പാർക്ക് മാറുന്നത്. അവിടുത്തെ IT പ്രൊഫഷണൽസ് ഉൾപ്പെടെ നിരവധി തവണ നമ്മൾ അവരോടുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് ഇത്തരത്തിൽ വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ പ്രദേശത്ത് ഇങ്ങനെയാണ് എങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഒരു സംരംഭ IT ഹബ്ബ്, കേരളത്തിന്റെ അഭിമാനമായി ഉയർത്തിപ്പിടിക്കുന്ന IT ഹബ്ബിൽ ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റിടങ്ങളിലെ കാര്യം പറയാനുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിരവധി പദ്ധതികൾ ഈ കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് എത്രയോ വർഷങ്ങളായി നമ്മൾ കേൾക്കുന്നു. എത്രയോ വർഷങ്ങളായി പദ്ധതികൾ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും കോടികൾ മുടക്കി പ്രഖ്യാപിക്കുന്നുണ്ട്. ആ പദ്ധതികളൊക്കെ എവിടെയാണ് എന്ന് ഇന്ന് ചോദിക്കേണ്ടി വരും. ഒരു തരത്തിലുള്ള മഴക്കാല പൂർവ്വ ശുചീകരണ ഒരുക്കങ്ങളും നടത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം മന്ത്രി P. രാജീവ് ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം
വിശദീകരണം നൽകിയത് വളരെ വിചിത്രമായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് ചട്ടം, പെരുമാറ്റച്ചട്ടം മുൻപിൽ നിൽക്കുന്നത് കൊണ്ട് തങ്ങൾക്ക് കാര്യമായി മഴക്കാല ശുചീകരണ പൂർവ്വ പ്രവർത്തനങ്ങൾ നടത്താനായിട്ടില്ല എന്ന വിശദീകരണമാണ്. അതെ, അതൊക്കെ വെറുതെയുള്ള വിശദീകരണമാണ്. അങ്ങനെയൊന്നും വിശദീകരണമൊന്നും അല്ല, അതൊരു വിശദീകരണമേ അല്ല. മഴക്കാല പൂർവ്വ ശുചീകരണം കൃത്യസമയം നടത്താത്തത് കാരണം തന്നെയാണ് ഇത്തരത്തിലുള്ള പെരുമഴ, ഇത്തരത്തിലുള്ള വെള്ളക്കെട്ട്. സാധാരണഗതിയിൽ നേരത്തെ പറയുന്നത് പോലെ ഇത്തരത്തിൽ മഴ പെയ്ത് ഒരു 1-1.5 മണിക്കൂർ തോന്നുന്ന കഴിയുമ്പോൾ ഇറങ്ങിപ്പോകുന്നതാണ്. ഇതിപ്പോൾ ഇറങ്ങിപ്പോകുന്നില്ല എന്ന് മാത്രമല്ല, വെള്ളം കുറച്ചുകൂടി കയറി വരുന്നുണ്ടോ എന്നൊരു സംശയം അവിടുത്തെ പ്രകടിപ്പിക്കുന്നു. സമാനതകളില്ലാത്ത വലിയ ദുരിതത്തിൽ കൂടി കൊച്ചി കടന്നു പോകുന്നു. അമ്മണി പറയുന്നു ഇടുക്കിയിൽ നല്ല മഴയാണെന്ന് പറയുന്നു. ലക്ഷ്മി അഭിലാഷ് മിനാറ്റോ പാലായിലും മഴയാണ്. ഷാഹുൽ ഹമീദ് പറയുന്നു പെരുമ്പാവൂർ മഴയാണ്. ദിലീപ് കുമാർ തൃശ്ശൂരിൽ കനത്ത മഴയാണ്. രാമചന്ദ്രൻ നടത്തറ ഭാഗത്ത് വലിയ മഴയാണ്. ഷാ പറയുന്നു ഇരിയാറ്റുപേട്ടിൽ 5 മണിക്കൂറായി നിർത്താതെ മഴ പെയ്യുകയാണ്. വയനാട്ടിൽ മഴയില്ല, കോട്ടയത്ത് നല്ല മഴ ശ്രീത്ത് പറയുന്നു. അപ്പോൾ ചേർത്തല തീരദേശ പഞ്ചായത്തുകളെല്ലാം വെള്ളത്തിലാണെന്ന് ജീവൻ എന്നൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും കേരളത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ചെറുതും വലുതുമായ വലിയ മഴ തുടരുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ തുടരും. എന്തായാലും സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. 2 ജില്ലകളിലാണ് റെഡ് അലർട്ട്. കോട്ടയത്തും എറണാകുളത്തുമാണ് റെഡ് അലർട്ട്. അഖിൽ ഷാ അൻസാർ വിവരങ്ങൾ വച്ചിരുന്നു. അഖിൽ, കാലവർഷം ഇങ്ങെത്തി എന്ന് കരുതാറായോ? ഹാഷ്മി, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കരുതാം. നമുക്ക് ഇന്ന് രാവിലെ ഒക്കെ കണ്ടതുപോലെ മഴ സംസ്ഥാനത്ത് കനക്കുകയാണ്. അടുത്ത വരും ദിവസങ്ങളോടുകൂടി കാലവർഷം കേരളത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇന്നത്തെ മഴ മുന്നറിയിപ്പുകൾ പുതുക്കിയിട്ടുണ്ട്. അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. 2 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ രാവിലെ മുതൽ കോട്ടയം, എറണാകുളം ജില്ലകളിൽ കനത്ത മഴയായിരുന്നു. വലിയ നാശനഷ്ടമാണ് അവിടെ ഉണ്ടായത്. ഈ 2 ജില്ലകളിലാണ് ഇപ്പോൾ ഈ കാലാവസ്ഥാ കേന്ദ്രം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഈ ജില്ലകളിലൊക്കെ വ്യാപകമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. നാളെ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങൾ, അതായത് അടുത്ത 5 ദിവസത്തിനുള്ളിൽ തന്നെ കാലവർഷം ശക്തമാകാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും പ്രവചിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇന്നിപ്പോൾ രാവിലെ ഒക്കെ കണ്ടതുപോലെയുള്ള വലിയ മഴ എന്ന് പറഞ്ഞാൽ ചെറിയ സമയത്തിനുള്ളിൽ തുള്ളിക്കൊരുകുടം എന്നൊക്കെ പറയുന്ന മട്ടിൽ പൊട്ടി വീണ പോലുള്ള പെരുമഴ ഉണ്ടാകും എന്നാണോ കരുതേണ്ടത് അഖിൽ ഷാ? തീർച്ചയായിട്ടും ഈ റെഡ് അലേർട്ട് എന്ന് വെച്ചാൽ അത് അത്രയധികം ശ്രദ്ധിക്കേണ്ടതും വലിയ ജാഗ്രത പുലർത്തേണ്ടതുമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. അതുകൊണ്ട് തന്നെ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത്. പ്രത്യേകിച്ച് എറണാകുളം, അതുപോലെ തന്നെ കോട്ടയം ജില്ലകളിൽ നമ്മൾ ഇന്ന് രാവിലെ മുതൽ കാണുന്നതാണ് വലിയ രീതിയിലുള്ള മഴ, കാറ്റ്, നാശനഷ്ടം. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് വീണ്ടും മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രം പുതുക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് എറണാകുളം അടക്കം 2 ജില്ലകളാണ് റെഡ് അലർട്ട്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട്. അലർട്ടുകൾക്കൊക്കെ അപ്പുറം ഈ ദിവസങ്ങൾ കനത്ത മഴയുടെ ദിവസങ്ങളാണ്, പെരുമഴയുടെ ദിവസങ്ങളാണ്. ആമിന് പറയുന്നു ചുട്ടുപൊള്ളുന്നു എന്ന് പറഞ്ഞപ്പോൾ മഴക്കെടുതി എന്ന് പറയേണ്ടി വരുന്നു. അത് കേവലം ഒരു ഒറ്റയാഴ്ച ഡിഫറൻസിലൊക്കെ ആട്ടോ ഈ വലിയ ഡിഫറൻസ്. മഴക്കെടുതിയിൽ വലയുന്നു തെക്കൻ കേരളം. കായംകുളത്ത് ശക്തമായ കാറ്റിൽ മരം വീണ് യുവാവ് മരിച്ചു. പുല്ലൻപാറയിൽ വീട്ടിൽ കുടുങ്ങിയവരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ചേർത്തലയിൽ ദേശീയപാതയിൽ ഒരു വലിയ മരം വീണു. അരുവിക്കര സർക്കാർ ആശുപത്രിയുടെയും നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെയും മതിൽ തകർന്നു. പൊന്മുടിയിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തി. പാലോട് പെരിങ്ങമല വീടിന് ഇടിമിന്നലേറ്റു. പന്നിയോട്ടുകാവ് സ്വദേശി ഭാസ്കരൻ കാണിയുടെ വീടിനാണ് ഇടിമിന്നലേറ്റത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. വീട് ഭാഗികമായി തകർന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ മഴ മാത്രമല്ല, കാറ്റും മിന്നലും ഇടിമിന്നലും ഒക്കെയുള്ള സമയമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഉറപ്പായും ജാഗ്രതയോടെ സൂക്ഷിച്ചിരിക്കണം. മഴക്കെടുതിയിൽ വലയുന്നു തെക്കൻ കേരളം. കായംകുളത്ത് ശക്തമായ കാറ്റിൽ മരം വീണ് യുവാവ് മരിച്ചു. പുല്ലൻപാറയിൽ വീട്ടിൽ കുടുങ്ങിയവരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ചേർത്തലയിൽ ദേശീയപാതയിൽ മരം വീണു. അരുവിക്കര സർക്കാർ ആശുപത്രിയുടെയും നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെയും മതിൽ തകർന്നു. പൊന്മുടിയിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തി. എറണാകുളം ജില്ല മഴയിൽ മുങ്ങി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ കനത്ത മഴയ്ക്കാണ് സാധ്യത. യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി എന്ന് ആവർത്തിക്കുകയാണ് റവന്യൂ മന്ത്രി. കായംകുളം കൊയ്പ്പള്ളി സ്വദേശി അരവിന്ദാണ് ശക്തമായ കാറ്റിൽ മരം വീണ് മരിച്ചത്. വീടിന് മുന്നിലെ തെങ്ങ് കടപുഴുകി വീഴുകയായിരുന്നു. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ 95-കാരി ഉൾപ്പെടെ 5 പേർ വീട്ടിനുള്ളിൽ കുടുങ്ങി. ഫയർഫോഴ്സ് എത്തിയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. തിരുവനന്തപുരത്ത് ഇന്നലെ മുതൽ പെയ്ത മഴയിൽ ഉദിയന്നൂർ, പച്ചക്കാട് തോടുകൾ കരകവിഞ്ഞു. കൃഷിയിടങ്ങളിൽ വെള്ളം കയറി. മലയോര മേഖലയിൽ മഴ ശക്തമായതോടെ പൊന്മുടിയിൽ വീണ്ടും യാത്രാ നിരോധനം ഏർപ്പെടുത്തി. കനത്ത മഴയിൽ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ മതിൽ തകർന്ന് ആറ്റിൽ വീണു. അരുവിക്കര സർക്കാർ ആശുപത്രിയുടെയും ചിറയൻകീഴ് പാലവിള സർക്കാർ സ്കൂളിന്റെയും മതിലിടിഞ്ഞു. വർക്കല പാപനാശത്ത് ബലിമണ്ഡപത്തിന് പിന്നിലെ കുന്ന് ഇടിഞ്ഞു. നാവായിക്കുളം മമ്മൂലി പാലത്തിന് സമീപം ഒരു കുടുംബം ഒറ്റപ്പെട്ടു. കൊല്ലം ശാസ്താംകോട്ട ചവറ സംസ്ഥാനപാതയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു.
ദേശീയപാതയിൽ കുണ്ടറ ചീരാങ്കാവിന് സമീപം മരം വീണ് വൈദ്യുതി ലൈനുകൾ തകർന്നു. MC റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. കോട്ടയത്ത് കനത്ത മഴയിലും കാറ്റിലും വീടിന്റെ മേൽക്കൂര തകർന്നു. നട്ടാശ്ശേരി സ്വദേശി രാധാകൃഷ്ണൻ നായരുടെ വീടാണ് തകർന്നത്. ശക്തമായ മഴയിൽ എറണാകുളം ജില്ലയൊട്ടാകെ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. വെള്ളക്കെട്ടുകൾ പരിഹരിക്കാൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയെന്നും യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. മധ്യകേരളം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇന്നത്തെ തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴ നല്ലതുപോലെ പെയ്തെങ്കിലും കൂടുതൽ അളവിൽ മഴ പെയ്തിട്ടുള്ളത് എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് മധ്യകേരളത്തിലാണ്. എറണാകുളത്തിന് സമീപം തന്നെയുള്ള കളമശ്ശേരിയിൽ 1.5 മണിക്കൂർ സമയം കൊണ്ട് പെയ്ത മഴയുടെ അളവ് 57 mm. സാധാരണ നിലയിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ മഴയാണ്. അതേസമയം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ജില്ലകളിൽ കനത്ത മഴ തുടരാനാണ് സാധ്യത. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. മുതലപ്പുഴയിൽ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. അഞ്ചുതങ്ങ് സ്വദേശി എബ്രഹാമാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന 3 പേരെ രക്ഷപ്പെടുത്തി. മറ്റൊരു വള്ളം മറിഞ്ഞ് അപകടമുണ്ടായെങ്കിലും മത്സ്യത്തൊഴിലാളി നീന്തി രക്ഷപ്പെട്ടു. രാവിലെ 6 മണിയോടെയായിരുന്നു ആദ്യ അപകടം. മത്സ്യബന്ധനം കഴിഞ്ഞ് കരയിലേക്ക് വരുന്നതിനിടെ അഞ്ചുതെങ്ങ് സ്വദേശി ഔസേപ്പിന്റെ വള്ളം അപകടത്തിൽപ്പെട്ടു. വള്ളത്തിലുണ്ടായിരുന്ന 4 പേർ ശക്തമായ തിരമാലയിൽ കടലിലേക്ക് വീണു. മത്സ്യത്തൊഴിലാളികളെ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ എബ്രഹാം മരിച്ചു. പരിക്കേറ്റ 3 പേരെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 7 മണിയോടെ മറ്റൊരു വള്ളവും തിരയിൽപ്പെട്ട് മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. കടലിൽ പോകുന്നതും വരുന്നതും ഭയത്തോടെയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ ഭയമുള്ളവരുമുണ്ട്, ഭയമില്ലാത്തവരുമുണ്ട്. ഭയമില്ലാത്തവർ പോകുമ്പോഴാണ് ഈ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അതായത് കാറ്റ് വരുമ്പോഴും വെള്ളം അവരിതിനകത്ത് കയറാൻ തന്നെ നോക്ക്. അപ്പോഴായിരുന്നു അവർ തിരയിൽ അകപ്പെടുന്നത്. തിരയിൽ അകപ്പെട്ട് കഴിഞ്ഞിരുന്നപ്പോൾ ഭയം ഇല്ലാത്തവരായിരുന്നാലും ഈ അവരെ ചുഴിയല് കൊണ്ടിട്ട് അവരെ അങ്ങനെയാണ് ഓരോരുത്തർക്ക് അപകടം സംഭവിക്കുന്നത്. ഈ വർഷം ഇത് 2ാമത്തെ വെള്ളം മറിഞ്ഞുള്ള അപകട മരണമാണ് മുതലപ്പുഴയിൽ ഉണ്ടാകുന്നത്. പുലിമുട്ടടുക്കിയതുൾപ്പെടെ അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിഹരിക്കാത്തതാണ് നിരന്തരമുള്ള അപകടങ്ങൾക്ക് കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നു. വിദഗ്ധ പഠനങ്ങൾ പലത് നടന്നിട്ടും പരിഹാരം മാത്രം കണ്ടിട്ടില്ല. 24 തിരുവനന്തപുരം. ദക്ഷ പറയുകയാണ്, മുൻ തയ്യാറെടുപ്പുകൾ നടത്താതെ വെള്ളപ്പൊക്കം ഉണ്ടായി കഴിയുമ്പോൾ ഊർജ്ജ നടപടി ഉണ്ടായിട്ട് എന്ത് കാര്യം? ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ ജയിലിടണം എന്നൊക്കെ പറയുകയാണ്. നമ്മൾ കാലാകാലങ്ങൾ കേൾക്കുന്ന ആരോപണമാണ് മഴക്കാലപൂർവ്വ ശുചീകരണം. പക്ഷേ കൃത്യമായ വെള്ളക്കെട്ടുകൾ കൃത്യമായ ഇവിടെ കൊച്ചി മാത്രമല്ല, നമ്മൾ തൃശ്ശൂർ കണ്ടു, തിരുവനന്തപുരം കണ്ടു. അങ്ങനെ വെള്ളക്കെട്ടുകളുടെ ഒരു വലിയ വേലിയേറ്റം നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ കാണുന്നുമുണ്ട്. എന്താണ് കാരണം എന്ന് ഇനിയെങ്കിലും പഠിക്കേണ്ടതുണ്ട് കേട്ടോ കാര്യത്തിൽ. റമൽ ചുഴലിക്കാറ്റിൽ ബംഗാളിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത നാശമാണ്. ബംഗാളിൽ 6 പേരും അസമിൽ ഒരാളും മരിച്ചു. ബംഗാളിലെ കൊൽക്കത്ത, സൗത്ത് 24 പർഗാന, പൂർബ ബർദമാൻ എന്നിവിടങ്ങളിലൊക്കെയും മരണം റിപ്പോർട്ട് ചെയ്തു. ബംഗാളിലെ തെക്കൻ തീരപ്രദേശങ്ങളാണ് ചുഴലിക്കാറ്റ് കനത്ത നാശമുണ്ടാക്കിയത്. 29,500 വീടുകൾ തകർന്നു. സംസ്ഥാനത്തെ 4 ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ദുരന്തബാധിത മേഖലകൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ന് സന്ദർശിക്കും. എറണാകുളം ജില്ലയ്ക്കൊപ്പം കോട്ടയം ജില്ലയിലും കനത്ത മഴ തുടരുകയാണ്. പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ടോബി ജോൺസൺ ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. ടോബി, രാവിലെയൊക്കെ വലിയ മഴയായിരുന്നു. അതേ തോതിൽ, അതേ തീവ്രതയിൽ കോട്ടയത്തെയും ആ മേഖലയിലെ മഴ തുടരുന്നുണ്ടോ ടോബി? ഹാഷ്മി, ചെറിയൊരു ആശ്വാസം, ഒരു നേരിയ ആശ്വാസം ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നിരുന്നാലും ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത് ഏറ്റുമാനൂർ പാലാ റോഡിലാണ്. അവിടെ ഇപ്പോൾ വഴിയിൽ വെള്ളക്കെട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഇതുപോലെ വെള്ളക്കെട്ടുണ്ട്. MC റോഡിലൊക്കെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിരുന്നു. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ പാലാ ഏറ്റുമാനൂർ റോഡിലും വലിയ വെള്ളക്കെട്ട്. അതേ തുടർന്ന് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കുറവിലങ്ങാട് പോലെയുള്ള സ്ഥലങ്ങളിൽ, പെരുവ പോലെയുള്ള സ്ഥലങ്ങളിലും എറണാകുളം റൂട്ടിലും സമാനമായ രീതിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം നേരിയ തോതിൽ തടസ്സപ്പെട്ടിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വാഗമൺ മേഖലയിൽ, അതായത് ഈരാറ്റുപേട്ട തിക്കോയി റൂട്ടിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കിപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്. അവിടെ വഴിയിൽ റോഡിൽ കല്ലും മണ്ണുമെല്ലാം വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു എന്ന് ഔദ്യോഗികമായി തന്നെ വിവരം ലഭിക്കുന്നു. എന്തായാലും പല സ്ഥലങ്ങളിലും ഇതുപോലെ വെള്ളക്കെട്ടുണ്ട്. പല സ്ഥലങ്ങളിലും തോടുകൾ നിറഞ്ഞ് റോഡ്
റോഡിലേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യമാണുള്ളത്. മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ഉയർന്നു വരുന്നു എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല. എന്നിരുന്നാൽ പോലും രാവിലെ തൊട്ട് മഴ തുടങ്ങിയതാണ്. രാവിലെ 6:30 മുതൽ തുടങ്ങിയ മഴ പകൽ നേരത്തെ സമയങ്ങളിലെല്ലാം ഇവിടെ തൃക്കാക്കരയിലെ ആ വെള്ളക്കെട്ട് പിന്നെയും ദുരിതമായി നിൽക്കുകയാണ്. അവിടെ തൃക്കാക്കരയിൽ ഒരു സ്കൂളിന് മുന്നിലുള്ള വെള്ളക്കെട്ട് നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. കുറേയധികം കുട്ടികൾ സ്കൂൾ വിട്ട് ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വരികയാണ്. പല കുഞ്ഞുങ്ങളുടെയും മുട്ടിന് മുകളിൽ വെള്ളമുണ്ട്. പല കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു. അപ്പോൾ ഇപ്പം നേരത്തെ സ്കൂൾ തുറക്കേണ്ടതുണ്ടായിരുന്നു. ഇപ്പം നേരത്തെ രാവിലെ അത്തരത്തിലൊരു ചെറിയ മഴയുടെ വലിയ മഴയുടെ ഇത്തരത്തിലുള്ള അലർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാവണം ഇന്ന് ആദ്യ ദിവസമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ വലിയ ദുരിതത്തിലാണ്. ആ മേഖലയിലെ വെള്ളക്കെട്ട് ഒട്ടും ഒതുങ്ങുന്നില്ല എന്ന് മാത്രമല്ല അങ്ങനെ നിൽക്കുകയാണ്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ വേലിയിറക്കവുമായി ബന്ധപ്പെട്ട് വെള്ളക്കെട്ടുമായി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ വെള്ളക്കെട്ട് ഇപ്പോൾ കുറേ സമയമായി ഇങ്ങനെ നിൽക്കുക. അതിൻ്റെ ലെവൽ കുറച്ചുപോലും കൊണ്ട് കുറയുന്നില്ല. എന്താണ് കാരണം വിഷ്ണു? ഹാഷ്മി, ഒരു തരി പോലും വെള്ളത്തിന്റെ ലെവല് കുറയുന്നില്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. നമ്മൾ നേരത്തെ എങ്ങനെയാണെന്നത് അതുപോലെ തന്നെ വെള്ളം കൂടി വരികയാണ്. നിലവിൽ സ്കൂള് വിട്ടിട്ടുണ്ട്. വിദ്യാർത്ഥികൾ പലരും ഈ വഴിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ചില ആളുകൾ അതായത് മെയിൻ റോഡിലേക്ക് പോകാനുള്ള ആളുകളെല്ലാം ഇതുവഴി തന്നെ കടന്നുപോയി. മറ്റു പാതകളില്ല. വലിയ പ്രതിസന്ധി ഈ മേഖലയിൽ നേരിടുന്നുണ്ട്. എന്താണ് ഇതിന്റെ കാരണം എന്ന് ഇപ്പോഴും ഒരു വ്യക്തതയായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തൃക്കാക്കര നഗരസഭയിൽ ഉൾപ്പെടുന്ന സ്ഥലമാണിതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നഗരസഭാ അധികൃതർ ഇത്രയും നേരമായിട്ടും ഇവിടുത്തെ പല വീടുകളിലും വെള്ളം കയറിയിട്ടും ആരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വലിയ വിമർശനമായി ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. പല ആളുകളും ഇങ്ങോട്ടേക്ക് മെമ്പർമാരുൾപ്പെടെ വിളിച്ച് അറിയിച്ചെങ്കിലും അവരാരും സൈഡിൽ കൂടി പോലെ ഇങ്ങോട്ട് നടുക്കൂടി വെള്ളം അങ്ങോട്ടേക്ക് ഈ സൈഡ് ഇതിന് തൊട്ട് സൈഡിലായി ഓടയുണ്ട്. ഒരുപക്ഷെ സൈഡിൽ കൂടിയൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഓടയിൽ വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. വലിയ പല ആളുകളും ഈ മെമ്പർമാരെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരാരും ഇങ്ങോട്ടേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഏകദേശം 100-ലധികം വീടുകൾ വെള്ളം കയറിയിട്ടുണ്ട് ഈ പ്രദേശത്ത്. അപ്പോഴും ആരും എത്താത്തത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പരാതിയായി നിരവധി തവണ ഈ വിഷയം അധികൃതരുടെ മുമ്പിൽ എത്തിച്ച ഒരു സ്ഥലത്താണ് ഈ ദുർസ്ഥിതി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിലൂടെയുള്ള ഗതാഗതമൊക്കെ ഇനി ഏത് സമയത്ത് സാധ്യമാകുമെന്ന് മനസ്സിലാകുന്നില്ല. അത്രയും പ്രതിസന്ധി ഇവിടെ ഉണ്ട്. ആ കാറ് അവിടെ ഇട്ടിരിക്കുന്നത് മറ്റാരും ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ അല്ലെങ്കിൽ വന്ന് വെള്ളത്തിൽ പെട്ടുപോകാതിരിക്കുക എന്നൊരു ലക്ഷ്യത്തിലാണ് ആ കാർ അവിടെ കുറുകെ ഇട്ടിരിക്കുന്നത്. നടന്നു പോകാൻ തന്നെ വലിയ ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിസന്ധിയിലൂടെ ഈ മേഖലയിലുള്ള ആളുകൾ കടന്നു പോകുന്നു. 2018 പ്രളയത്തിൽ പോലും ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടില്ല എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഈ കഴിഞ്ഞ ഒരു വലിയ വെള്ളപ്പൊക്കത്തിന് ഉണ്ടാകുന്ന വെള്ളം പോലെ നിൽക്കുന്നു. വെള്ളം അങ്ങനെ നിലനിൽക്കുന്നു. അപ്പോൾ ആ പ്രദേശത്തുള്ളവർ എന്താണ് ഇതിന് ഇങ്ങനെ വെള്ളം കയറാനുള്ള കാരണമായി അവർ സംശയിക്കുന്നത് വിഷ്ണു? ഹാഷ്മി, അവർ ഉന്നയിക്കുന്നത് ഈ പ്രദേശത്തിന്റെ ഏറ്റവും അവസാനം അവിടെ CSML ചില പ്രോജക്റ്റുകൾ നടന്നിരുന്നു. കൊച്ചി സ്മാർട്ട് മിഷനുമായി ബന്ധപ്പെട്ടും KMRലുമായി ബന്ധപ്പെട്ടും കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ടും ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. ആ കലിങ്ക് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഒരു പാലം ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് ആ പാലത്തിൽ നിർമ്മാണ പ്രവർത്തനം നടത്തിയ ഘട്ടത്തിൽ അത് അശാസ്ത്രീയമായിരുന്നു എന്നാണ് ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് ആളുകൾ പറയുന്നത്. അവിടെ മതിയായ വീതി ഉണ്ടായിട്ടില്ല. ഈ വെള്ളം ഒഴുകി പോകുന്നതിന് മതിയായ വീതി ഉണ്ടായിട്ടില്ല. ഒപ്പം ആ കലിങ്കിനടിയിൽ ചില തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. അതാണ് ഈ വെള്ളക്കെട്ട് ഇങ്ങനെ നിലനിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. വെള്ളം അങ്ങോട്ടേക്ക് ഒഴുകി പോകുന്നതിൽ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം, ആ പ്രദേശത്ത് പോലും ഒരു കലിങ്കുണ്ട്. ആ കലിങ്കിനടിയിൽ മുഴുവൻ ഈ വേസ്റ്റ് തിങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതും ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്നുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ പ്രതിസന്ധി നിലനിൽക്കുന്നത് വരുന്ന മാസത്തിലുള്ള മഴയിലാണ്. നമുക്കറിയാം ഇത്തവണ ഒരുപക്ഷെ കാലവർഷം ഇടിച്ചുകുത്തി പെയ്യാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെ ഒരു മഴയാണ് ഇത്തവണ പെയ്യുന്നതെങ്കിൽ ഈ പ്രദേശത്തിന്റെ അവസ്ഥ എത്രത്തോളം ആയിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിന്റെ അപ്പുറമായിരിക്കും. ഈ 2018 പ്രളയത്തിൽ നമ്മൾ അല്പസമയം മുമ്പ് കാണിച്ച ആ വീട്ടിൽ അതിന്റെ താഴത്തെ നിലയിൽ, അതായത് വളരെ താഴത്തെ ഒരു പടിയോളം മാത്രമാണ് വെള്ളം കയറിയത് എന്നവർ പറയുന്നു. പക്ഷേ നിലവിൽ അവരുടെ വീടിനകത്തേക്ക് പോലും വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. അതും മാറ്റുന്ന നടപടിയിലേക്ക് അവർ കടക്കുകയും ചെയ്യുന്നു. കടുത്ത പ്രതിസന്ധി ഈ മേഖലയിലുള്ള ആളുകൾ നേരിടുന്നുണ്ട്. എന്താണ് കാരണം എന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. മതിയായ ഒരു പഠനം ഇതിൽ വിഷയം കൃത്യമായി നടത്തേണ്ടതുണ്ട്. ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത
വാർത്ത വരുന്നത് ഇൻഫോ പാർക്കിൽ നിന്നാണ്. ഇൻഫോ പാർക്കിലെ വെള്ളക്കെട്ട് നിലവിൽ ഒഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് വെള്ളം പൂർണ്ണമായും ഒഴുകി പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അതൊരു കൃത്യമായ അല്ലെങ്കിൽ അത് സ്ഥിരമായി അങ്ങനെ സംഭവിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ വെള്ളം കയറുന്നത് എന്നതിനുള്ള ഉത്തരം ഇനിയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വരും മണിക്കൂറിൽ മഴ ശക്തമായ ഇൻഫോ പാർക്കിൽ വീണ്ടും വെള്ളക്കെട്ട് ഉണ്ടാകുമെന്നാണ് അവിടെയുള്ള IT പ്രൊഫഷണൽസ് ഉൾപ്പെടെ പറയുന്നത്. അതിൽ മതിയായ ഒരു പരിഹാരം ആ വിഷയത്തിൽ വേണം. ഇൻഫോ പാർക്കിനോട് ചേർന്ന് കിടക്കുന്ന ഒരു തോടുണ്ട്. ആ തോട് പായൽ കയറി കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം വർഷങ്ങളായി. അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാത്തതാണ് പെട്ടെന്ന് ഇൻഫോ പാർക്കിലേക്ക് വെള്ളം ഇരിച്ചതിനുള്ള കാരണമായി പ്രാഥമികമായി വിലയിരുത്തുന്നത്. അതിന് ശാസ്ത്രീയമായെല്ലാം പരിശോധിക്കേണ്ട കാര്യമാണ്. എന്തായാലും ഇൻഫോ പാർക്കിലെ വെള്ളം നിലവിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട്. തൃക്കാക്കര മേഖലയിൽ ഈ കനത്ത മഴയിൽ കടുത്ത പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 20-ലധികം കുടുംബങ്ങൾ ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ ഭീഷണി ഉൾപ്പെടെ നേരിടുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ് അങ്ങോട്ടേക്ക് എത്തിയത്. ഈ 16-ാം വാർഡിൽ ഒരു പടുകൂറ്റൻ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് ഒരു വീടിലേക്ക് വീണിട്ടുണ്ട്. ആ വീടിലേക്ക് കയറാൻ പോലും പറ്റാത്ത രീതിയിൽ ആളുകൾ നിൽക്കുന്ന കാര്യം നമ്മൾ നേരത്തെ കണ്ടതാണ്. അങ്ങനെ ഈ മഴയിൽ, അതായത് 7 മണി മുതൽ 11 മണി വരെ പെയ്ത മഴയിൽ തൃക്കാക്കര മേഖല വെള്ളത്തിനടിയിലാവുകയും കനത്ത മഴക്കെടുതി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഹാഷ്മി. ഓക്കെ, അതാ ഒരു പ്രശ്നം പറയുകയാണ്, എല്ലാവരും വഞ്ചി വാങ്ങേണ്ടി വരും എന്ന് പറയുന്നു. വാട്ടർ മെട്രോ ഉടൻ നടപ്പാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് തമാശയല്ല, ഇത് ഭീകരമായി വെള്ളക്കെട്ടാണ്. വെള്ളക്കെട്ടുള്ള മേഖലകളിൽ ഉള്ള മനുഷ്യർ വല്ലാത്ത രീതിയിൽ ദുരിതപ്പെടുകയും ചെയ്യുന്നുണ്ട്. കനത്ത മഴയിൽ മിസോറാമിലെ ക്വാറിയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ മരണം 10 നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധിയായി ശക്തമായ മഴ അവിടെ തുടരുകയാണ്. ഇന്ന് പുലർച്ചെയാണ് അപകടം ഉണ്ടായത്. മിസോറാമിലെ ഐസ്വാൾ ജില്ലയിൽ കനത്ത മഴയ്ക്കിടെയാണ് ഇന്ന് പുലർച്ചെ 6 മണിയോടെ ക്വാറിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. തൊഴിലാളികളും പരിസരത്തെ വീടുകളും അതിശക്തമായി ഉണ്ടായ മണ്ണൊലിപ്പിൽപ്പെട്ടു. ഇതുവരെ 10 പേർ മരിച്ചതായി അധികൃതർ അറിയിച്ചു. ഇവരുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്തു. കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെടുക്കുവാനുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. രക്ഷപ്പെടുത്തിയ ഒരു കുട്ടിയെ ചികിത്സയ്ക്കായി അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. പ്രദേശത്ത് നിർത്താതെ പെയ്യുന്ന മഴയും മണ്ണിടിച്ചിലുമാണ് തെരച്ചിൽ തടസ്സപ്പെടുത്തുന്നതെന്ന് അധികൃതർ പറയുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ നിരവധി ഹൈവേകളും റോഡുകളും തകർന്നു. ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരോട് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ ഭരണകൂടം നിർദ്ദേശിച്ചു. അപകട സാധ്യത മേഖലകളിൽ നിന്ന് മാറി താമസിക്കുവാനും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 24 ഡൽഹി. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കൊടുക്കാൻ നടന്നത് ഉന്നതതല ഗൂഢാലോചന എന്ന വിവരം. വനം വകുപ്പിലെയും പോലീസിലെയും ഉന്നതരുടെ അറിവോടെയാണ് ചട്ടം ലംഘിച്ചുള്ള അറസ്റ്റ് എന്നാണ് റിപ്പോർട്ട്. അതേസമയം തന്നെ കയ്യേറ്റം ചെയ്തെന്ന റൂബിൻ ലാലിന്റെ പരാതിയിൽ ബീറ്റ് ഓഫീസർ ജാക്സണെതിരെ വനം വകുപ്പും പോലീസും നടപടിയെടുക്കാതെ ഒളിച്ചു കളിക്കുകയുമാണ്. വനം വകുപ്പും പോലീസും ചേർന്ന് തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമാണ് റൂബിൻ ലാലിന്റെ നിയമവിരുദ്ധ അറസ്റ്റ് എന്നാണ് പുറത്തുവരുന്ന വിവരം. വനസംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട കരാറുകളിലെ അഴിമതി പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞ മാസം 15 വിവരാവകാശ അപേക്ഷകൾ റൂബിൻ ലാൽ അതിരപ്പള്ളി DFO ലക്ഷ്മിക്കും മധ്യമേഖല CCFനും നൽകിയിരുന്നു. ഇതിന് പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കടുത്ത ഭീഷണി റൂബിൻ ലാലിനുണ്ടായി. ഇതിനിടെയാണ് നിലവിലെ പ്രശ്നങ്ങൾ ഉണ്ടായതും വനം മന്ത്രിയുടെ ഉത്തരവ് അവഗണിച്ചും റൂബിൻ ലാലിനെ കുടുക്കാൻ നീക്കം ആരംഭിച്ചതും. തൃശൂർ CCF ആവശ്യപ്പെട്ട പ്രകാരം റൂറൽ SPയുടെ നിർദ്ദേശമനുസരിച്ച് അതിരപ്പള്ളി CI റൂബിൻ ലാലിനെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അറസ്റ്റ് വിവാദമായതോടെ അന്വേഷണത്തിന് നിയോഗിച്ച ചാലക്കുടി DYSP അശോകൻ റൂബിൻ ലാലിനെതിരെ തൃശൂരിലെ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം കേസിൽ കൊന്നക്കുഴി സ്റ്റേഷൻ ബീറ്റ് ഓഫീസർ ജാക്സണെതിരെ തൃശൂർ CCF ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. റൂബിൻ ലാലിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണവും ഇഴയുകയാണ്. 24 തൃശൂർ. വനംവകുപ്പിന്റെ കള്ളക്കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. അതേസമയം റൂബിനെതിരായ വനംവകുപ്പിന്റെയും പോലീസിന്റെയും നടപടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. റൂബിന് പിന്തുണ പ്രഖ്യാപിച്ച് ഉൾവനത്തിലെ ആദിവാസി ഊരുകളിൽ നടക്കം ഒരുപാട് പേർ വീട്ടിലേക്ക് എത്തുകയാണ്. ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയുക. പോലീസിന്റെ ലോക്കപ്പ് മർദ്ദനവും വനംവകുപ്പിന്റെ ഗൂഢാലോചന സംബന്ധിച്ചും റൂബിൻ ലാൽ വിശദമായ മൊഴി ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതുകൂടി പരിഗണിച്ചായിരിക്കും വിധി പറയുക. അതിനിടെ റൂബിന്റെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. കാൽനടയായി മാത്രം ചെല്ലാവുന്ന ആദിവാസി ഊരുകളിൽ നിന്നടക്കം നിരവധി പേരാണ് റൂബിന് പിന്തുണ പ്രഖ്യാപിച്ച് വീട്ടിലെത്തിയത്. എല്ലാ ആദിവാസികളും സങ്കടമാണ് ഇതിന്റെ സംഭവത്തിലെ. അതിൽ നിന്നൊക്കെ എല്ലാ ആദിവാസികളും ഉണ്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ പണ്ട് മുതൽ മത്തിയടിക്കൽ ആൾ എല്ലാ ആദിവാസികളും ശേഖരിക്കും, എല്ലാം സ്വീകരിക്കുക, എല്ലാ കാര്യങ്ങളും ആശുപത്രി ആയാലും ഏത് കാര്യം ഓടിയെത്തുന്ന ആൾ. വനം വകുപ്പിന്റേത് പ്രതികാര നടപടിയെന്ന് അതിരപ്പള്ളി ജനത ഒന്നാകെ പറയുന്നു. ഞങ്ങൾ അവിടെ നിന്ന് വിളിച്ച പാതിരാത്രിയെങ്കിലും റൂബി വരും, ആദിവാസിക്ക് വേണ്ടി ജീവൻ വിട്ട് വരും.
ഒട്ടോരോ കാര്യങ്ങൾ നല്ല ചെയ്യുന്നുണ്ട് ആദിവാസി. അത് പോസ്റ്റാർ പിടിച്ചുകൊണ്ട് പോയത് നമുക്ക് ഭയങ്കര വിഷമമാണ് ആദിവാസികൾക്ക്. അർദ്ധരാത്രിയിൽ ആരെയും അറിയിക്കാതെയുള്ള അറസ്റ്റിന്റെ ഞെട്ടൽ മാറിയിട്ടില്ല അമ്മ രജനി മണിലാലിന്. 1:30 എൻ്റെ മൂത്ത മോൻ വിളിച്ചപ്പോഴാണ് അമ്മ റൂബിൻ്റെ ഫോൺ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ റൂബി ഇവിടെ ഇല്ല, വാതിലും തുറന്നു നടക്കുന്നുണ്ട്. അപ്പം എനിക്ക് ആകപ്പാട് വിഷമമായി, എന്താണ് ചെയ്യേണ്ടതെന്നായിപ്പോയി. എൻ്റെ മോനെ അങ്ങോട്ട് പോയി, ആര് കൊണ്ടുപോയി? ഫോറസ്റ്റുകാർ ഏത് നേരം എൻ്റെ മോനെ ഉപദ്രവിക്കുമെന്നുള്ളത് എനിക്കൊരു മനസ്സിലുണ്ട്. റൂബിനെതിരെ കള്ളക്കേസെടുത്ത വനംവകുപ്പ് നടപടിക്കും ഒത്താശ ചെയ്ത പോലീസിനെതിരെയും ശക്തമായ പരസ്യ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ആദിവാസി വിഭാഗങ്ങളും പരിസ്ഥിതി സംഘടനകളും. 24 തൃശൂർ. റൂബിനെ ക്രൂരമായി മർദ്ദിച്ച ഹെൻഡ്രിക് ഗ്രോമിക്ക് എന്ന അതിരപ്പള്ളി ഇൻസ്പെക്ടർക്കെതിരായ നടപടിയും ലഘൂകരിക്കാൻ അട്ടിമറിക്കാൻ നീക്കുമെന്നൊക്കെ അറിയുന്നുണ്ട്. അത് സ്വാഭാവികമാണ്, നമ്മൾ പല ആവർത്തി ഇത്തരം അട്ടിമറികൾ കണ്ടവരുമല്ലേ. നമുക്ക് നോക്കാം. കാസർഗോഡ് കിണറ്റിൽ വീണ് യുവാവ് മരിച്ചു. ആദൂർ നെട്ടണികെ സ്വദേശി സതീഷാണ് മരിച്ചത്. അയൽവാസിയുടെ കിണറിൽ വീണ കോഴിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ കയറിന്റെ പിടിവിട്ട് കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. അരുൺ പാറക്കൽ ചേരുന്നു. അരുൺ, ഈ കിണറ്റിൽ ഒരുപാട് വെള്ളം ഉള്ള സമയമാകുമല്ലേ, മഴയൊക്കെ ആയതുകൊണ്ട്? ഹാഷ്മി, കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല മഴയായിരുന്നു ഈ പ്രദേശത്ത് ലഭിച്ചത്. കിണറ്റിലൊക്കെ നല്ല വെള്ളമുള്ള സമയമാണ്. ഈ സമയത്താണ് കഴിഞ്ഞ അയൽവാസി രവീസി നായിക്കിന്റെ പറമ്പിൽ ഈ കോഴി വീണു. ഈ കോഴിയെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമമായിരുന്നു സതീശൻ നടത്തിയത്. ഇതിനുവേണ്ടി കയർ കെട്ടി കിണറ്റിലേക്ക് ഇറങ്ങി കോഴിയുമായി തിരിച്ച് കയറുന്നതിനിടെയാണ് ആദൂർ നെട്ടണികെ പടമൂലയിലെ സുന്ദരയുടെ മകൻ സതീശൻ ഈ കയർ വിട്ട് താഴേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമൊക്കെ നടത്തി. പക്ഷേ പുറത്തെത്തുമ്പോഴേക്കും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇപ്പോൾ ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഹാഷ്മി. ഓക്കെ, അരുൺ പാറക്കലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പിണറായി സർക്കാരിന് സ്ഥിരം തലവേദന സൃഷ്ടിച്ച ആഭ്യന്തര വകുപ്പും പോലീസും. 24 അതിരപ്പള്ളി റിപ്പോർട്ടർക്കെതിരായ പോലീസ് നടപടിക്കെതിരായ വിമർശനത്തിന്റെ ചൂടാറും മുൻപേ ഗുണ്ടാ പോലീസ് ബന്ധത്തിന്റെ തെളിവുകളും പുറത്തു വന്നതാണ് സർക്കാരിന് തലവേദനയാകുന്നത്. ഗുണ്ടാ പോലീസ് ബന്ധത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും വിമർശനം കടുപ്പിക്കുന്ന പ്രതിപക്ഷം. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി വിളിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം മാറ്റിവെച്ചു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ സർക്കാരിനെ ഏറ്റവും പ്രതിസന്ധിയിലാക്കിയത് പോലീസിന്റെ നടപടികളായിരുന്നു. പലപ്പോഴും ഘടകകക്ഷികളുടെ രൂക്ഷ വിമർശനത്തിനും എതിർപ്പിനും ഇതിടയാക്കി. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും സർക്കാരിനെ കുഴപ്പിക്കുന്ന പോലീസ് നടപടികൾക്ക് മാറ്റമില്ല. 24 അതിരപ്പള്ളി റിപ്പോർട്ടറെ അകാരണമായി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് രൂക്ഷമായ വിമർശനത്തിനിടയാക്കിയിരുന്നു. ഇതിനു തൊട്ടു പിന്നാലെ പുറത്തുവന്ന ഗുണ്ടാ പോലീസ് ബന്ധം അമ്പരപ്പുളവാക്കുന്നതായിരുന്നു. ഇടതു സഹയാത്രികരുൾപ്പെടെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. ഈ വിഷയം മുൻനിർത്തി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയാണ് പ്രതിപക്ഷം. ഗുണ്ടകളുടെ രക്ഷകർത്താക്കളായി CPIM-ഉം സർക്കാരും മാറുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എല്ലാത്തിൻ്റെയും പുറകിൽ പാർട്ടിയിലെ ചില ക്രിമിനലുകളെ എല്ലാ സംരക്ഷണവും കൊടുക്കുന്ന, തണൽ കൊടുക്കുന്ന ആളുകളാണ് നിൽക്കുന്നത്. അപകടകരമായ നിലയിലേക്ക് കേരളം പോവുകയാണ്. പോലീസിനെതിരെ സമസ്ത മുഖപത്രം സുപ്രഭാതം രംഗത്തെത്തിയതും ശ്രദ്ധേയമായി. പോലീസിന് വേണ്ടത് ആഭ്യന്തരമന്ത്രി എന്ന തലക്കെട്ടോടെ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിലാണ് വിമർശനം. ആഭ്യന്തരം പോലുള്ള വകുപ്പുകൾക്ക് സ്വതന്ത്ര മന്ത്രിയാണ് അഭിലഷണീയം. 100,000 പ്രശ്നങ്ങളിൽ ഇടപെടുന്ന മുഖ്യമന്ത്രിക്ക് ക്രമസമാധാന ചുമതല തലയിലേറ്റാനാകില്ല. DYSP ഗുണ്ടാബന്ധവും പോലീസ് അക്കാദമിയിലെ ലൈംഗിക അതിക്രമവും ചൂണ്ടിക്കാട്ടിയാണ് ലേഖനം. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി വിളിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം മാറ്റിവെച്ചു. യോഗം മറ്റൊരു ദിവസം നടക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 24 തിരുവനന്തപുരം. അപ്പോൾ ഈ റൂബിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെതിരായ റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട്, SP-യുടെ അന്വേഷണ റിപ്പോർട്ടിൽ ഈ ഫോൺ, ഈ പ്രധാനപ്പെട്ട തെളിവുകളുള്ള ആ വനത്തിൽ നടന്ന സംഭവങ്ങളുടെ അടക്കം ഒരുപാട് തെളിവുകളുള്ള ഫോൺ എറിഞ്ഞു പൊട്ടിച്ചതും അതെടുത്ത് കോഴിക്കുളത്തിൽ എറിഞ്ഞ കാര്യങ്ങളൊന്നും റിപ്പോർട്ടിലില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനുള്ള നീക്കം പോലീസ് ഉന്നതതലത്തിൽ വളരെ കാര്യക്ഷമമായി, വളരെ സജീവമായി നടക്കുന്നുണ്ട് എന്നുകൂടി അറിയുന്നു. ട്രെയിനിൽ വീണ്ടും പാമ്പുകടിയേറ്റതായി സംശയം. നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചറിലെ ബർത്തിൽ നിന്ന് പാമ്പുകടിയേറ്റെന്ന സംശയത്തെ തുടർന്ന് ആയുർവേദ ഡോക്ടർ ചികിത്സ തേടി. ബർത്തിൽ പാമ്പിനെ കണ്ടു എന്ന പരാതിയെ തുടർന്ന് ട്രെയിൻ പരിശോധിച്ചെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല. എലി കടിച്ചതാകാൻ സാധ്യത എന്നാണ് RPF നിഗമനം. സംഭവത്തെ റെയിൽവേ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഏറ്റുമാനൂരിൽ തീവണ്ടി യാത്രക്കാരന് ട്രെയിനിൽ പാമ്പുകടിയേറ്റിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് മറ്റൊരു ട്രെയിനിൽ പാമ്പിനെ കണ്ടെന്ന സംശയത്തെ തുടർന്ന് പാലക്കാട് ഒലവക്കോട് ജംഗ്ഷനിൽ വെച്ചും ട്രെയിൻ പരിശോധിച്ചിരുന്നു. തുടർച്ചയായ ഇത്തരം സംഭവങ്ങൾ യാത്രക്കാരിൽ വലിയ ആശങ്ക ഉണ്ടാക്കുകയാണ്. അത് സ്വാഭാവികവുമാണ്. ബാർക്കോഴ വിവാദത്തിൽ ബാറുടമകൾ കെട്ടിടത്തിന് വേണ്ടി പിരിച്ചത് 1 ലക്ഷം രൂപ തെളിയിക്കുന്ന രേഖകൾ 24-ന്. 472 പേരിൽ നിന്നായി 4.5 കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ പിരിച്ചത് എന്നാണ് ഈ രേഖകൾ പറയുന്നത്. കോഴാരോപണം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ബാറുടമകളുടെ മൊഴിയെടുക്കാനായി ഇടുക്കിയിലെത്തി. എക്സൈസ് വകുപ്പിന്റെ അധികാരങ്ങൾ ടൂറിസം വകുപ്പ് തട്ടിയെടുത്തു എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി.
2.5 ലക്ഷം രൂപ വീതം പിരിക്കണമെന്ന് അനിമോൻ ആവശ്യപ്പെട്ടത് സംഘടനയ്ക്ക് കെട്ടിടം വാങ്ങാനെന്നായിരുന്നു ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ വാദം. മദ്യനയം അനുകൂലമാക്കാൻ പണം നൽകണമെന്ന് ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞ അനിമോൻ പിന്നീട് നിലപാട് മാറ്റുകയും ചെയ്തു. എന്നാൽ 2.5 ലക്ഷം രൂപ വീതം പിരിക്കുന്നത് കെട്ടിടത്തിന് വേണ്ടിയല്ലെന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സംസ്ഥാനത്ത് 472 ബാർ ഉടമകളിൽ നിന്നായി 4,54,25,000 രൂപ മാർച്ച് 31 മുൻപ് തന്നെ പിരിച്ചെടുത്തിരുന്നു. ചിലരൊഴികെ ബാക്കി എല്ലാവരും 1 ലക്ഷം രൂപ വീതം തന്നെയാണ് നൽകിയത്. പിരിച്ച പണത്തിന്റെ വിശദാംശങ്ങൾ ഏപ്രിൽ 1 ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ പണം പിരിച്ചത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. അതേസമയം ടൂറിസം വകുപ്പ് മദ്യനയത്തിന്റെ കാര്യത്തിൽ തിടുക്കം കാട്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിച്ചു. അൺനെസസറി ഹേസ്റ്റ് എല്ലാ അഴിമതികൾക്കും പുറകിലുള്ള ഒരു വാക്കാണ്. അതായത് അനാവശ്യമായ ധൃതി. ഈ ഡ്രൈ ഡേ ഒഴിവാക്കാനും ബാറിന്റെ സമയം നീട്ടിക്കൊടുക്കാനും ഏറ്റവും കൂടുതൽ മുൻകൈയെടുത്ത ആവേശത്തോടെ ഇറങ്ങിയിരിക്കുന്നത് ടൂറിസം വകുപ്പാണ്. ചീഫ് സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെന്നും മദ്യനയത്തിൽ സർക്കാരും പാർട്ടിയും ചർച്ച നടത്തിയിട്ടില്ലെന്നും AK ബാലനും പ്രതികരിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നയവും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, തീരുമാനിച്ചിട്ടുമില്ലല്ലോ. ചീഫ് സെക്രട്ടറി വ്യക്തത വരുത്തി, 2 മന്ത്രിമാർ വ്യക്തത വരുത്തി, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വ്യക്തത വരുത്തി. ഇനി ഞങ്ങളാരും വിചാരിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാക്കി തരാൻ പറ്റില്ല. ബാർക്കോഴ വിവാദത്തിൽ പുറത്തുവന്ന ശബ്ദരേഖ അനിമോന്റെ എന്ന് ഇടുക്കിയിലെ ബാർ ഉടമകൾ സ്ഥിരീകരിച്ചു. ശബ്ദരേഖ പ്രചരിച്ച വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. ഇളവ് കിട്ടാൻ പണം നൽകിയെന്ന് അനിമോൻ വെളിപ്പെടുത്തിയ അണക്കര സ്പൈസ് ഗ്രോ ഹോട്ടൽ ഉടമയുടെയും മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തും. 24 തിരുവനന്തപുരം. വെള്ളക്കെട്ടിലൂടെ ഓടിയൊരു വാഹനം ഓടയിൽ വീണു എന്നൊരു വാർത്ത വരുന്നു. തൃക്കാക്കര കൈപ്പടമുകളിലാണ് ഈ സംഭവം. യാത്രക്കാർ രക്ഷപ്പെട്ടു എന്നുകൂടി ഒരു വാർത്ത വരുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ വെള്ളക്കെട്ടിൽ കൂടി പരമാവധി വണ്ടി ഇറക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇനി ഒരു നിവൃത്തിയില്ലെങ്കിൽ കൂടി വളരെ സൂക്ഷിച്ച് റോഡിന് നടുക്കൂടെ മാത്രം പോകാൻ ശ്രമിക്കുക. അപ്പുറം ഓടയിൽ വെള്ളം നിറഞ്ഞ് റോഡേതാ തോടേതാ എന്നറിയാത്ത കിടപ്പാണ്. സൂക്ഷിക്കുക, പരമാവധി സൂക്ഷിക്കുക. ജനവിധി അറിയാൻ ഇനി എത്ര നാൾ? 7 നാൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണത്തിന് ശേഷം പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക്. വിവേകാനന്ദ പാറയിൽ 2 ദിവസം ധ്യാനമിരിക്കും. ജൂൺ 1 വരെ കന്യാകുമാരിയിൽ തുടരും. അതിനിടെ പ്രധാനമന്ത്രിയുടെ കന്യാകുമാരി യാത്രാ പരിപാടിയുടെ പ്ലാൻ ചോർന്നതിൽ വിവാദമുണ്ടായി. 1 ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിനായാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിലെത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചരണശേഷം വ്യാഴാഴ്ച വൈകിട്ടോടെ കന്യാകുമാരിയിലെത്തുമെന്നാണ് വിവരം. 31 കന്യാകുമാരി പാറയിലേക്ക് പോകുന്ന മോദി അവിടെയാകും ധ്യാനമിരിക്കുക. ധ്യാനം തുടരാനാണ് തീരുമാനമെങ്കിൽ ജൂൺ 1 വരെ കന്യാകുമാരിയിൽ തുടർന്നേക്കും. അതേസമയം കേരള ചീഫ് സെക്രട്ടറിക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അയച്ച യാത്രാ വിവരം ചോർന്നു. സീക്രട്ട് മോസ്റ്റ് ഇമ്മീഡിയറ്റ് എന്ന് രേഖപ്പെടുത്തിയ ചാർട്ടാണ് ചോർന്നത്. കേരള ചീഫ് സെക്രട്ടറിക്കും ADGPക്കുമാണ് യാത്രാരേഖയുടെ പകർപ്പ് നൽകിയിരുന്നത്. 24 തിരുവനന്തപുരം. ഞാൻ നേരത്തെ പറഞ്ഞ വാർത്ത, വെള്ളക്കെട്ടിലൂടെ വാഹനം ഓടയിൽ വീണു. തൃക്കാക്കര കൈപ്പടമുകളിലാണ് സംഭവം. യാത്രക്കാർ രക്ഷപ്പെട്ടു. അശ്വിൻ പാലാഴിയിരുന്നു. അശ്വിൻ, എന്താണ് സംഭവിച്ചത്? അയ്യോ, വണ്ടി മറിഞ്ഞു അശ്വിൻ. തൃക്കാക്കര കൈപ്പടമുകളിലാണ് ഈ സംഭവം. ഒരു വണ്ടി, റോഡിലൂടെ പോകുന്ന വണ്ടി, വാഹനം ഓടയിലേക്ക് മറിഞ്ഞ ദൃശ്യങ്ങളാണ്. ഭാഗ്യത്തിന് യാത്രക്കാർ രക്ഷപ്പെട്ടു. അശ്വിൻ പാലാഴി, അശ്വിൻ, പെട്ടെന്ന് യാത്രക്കാർ ഇറക്കാൻ കഴിഞ്ഞു അല്ലേ? വാഗണാർ കാറാണ് ഓടി വന്ന വഴിയിൽ ഈ കാനയിലേക്ക് വീണത്. അത്യാവശ്യം ആഴമുള്ളൊരു കാനയാണ്. പക്ഷേ ഇത് റോഡ് വെള്ളം കയറിയതിനാൽ റോഡും കാനയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ ഈ അങ്ങനെ തിരിച്ചറിയാനുള്ള കൈപ്പിടികളൊന്നും വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ വാഹനം ഈ കാനയിലേക്ക് വീഴുന്നത്. ഈ സംഭവം നടന്ന സമയത്ത് ശക്തമായ മഴയും ഉണ്ടായിരുന്നു. സമയത്തോടെ ഉണ്ടായിരുന്ന ചേട്ടൻ ചേർന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഇതിൽ വീണെന്നറിയും? ഞാൻ അവിടുന്ന് ടൂ വീലർ കൊണ്ട് വരികയായിരുന്നു. അറിയാൻ വേണ്ടി ടൂ വീലർ നിർത്തി ഇറങ്ങി നോക്കിയതാണ്. അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ള ആളുണ്ടെന്ന് അറിഞ്ഞത്. എത്ര പേരുണ്ടായിരുന്നു? ഒരാളെന്ന്, ഡ്രൈവർ മാത്രം. വെള്ളക്കെട്ടിലൂടെ ഓടിയൊരു വാഹനമാണ് ഓടയിൽ വീണ്.
ശബ്ദത്തിന് എന്തോ ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പം ശരിയാക്കാം. തൃക്കാക്കര കൈപ്പടമുകളിലാണ് ആ സംഭവം ഉണ്ടായത്. യാത്രക്കാരൻ എന്തായാലും രക്ഷപ്പെട്ടു. ആ ഒരു ചേട്ടൻ പറയുകയാണ്, അപ്പോൾ യാത്രക്കാരൻ രക്ഷപ്പെട്ട ചേട്ടനാണ്. വണ്ടി മറികടന്നു. അല്പസമയം മുൻപ് പെരുമഴയായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ റോഡ് മുന്നിൽ കാണാൻ പറ്റാത്ത പോലുള്ള പെരുമഴയായിരുന്നു. റോഡേതാ തോടേതാ എന്നറിയാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ആ റോഡിൻ്റെ സൈഡിൽ വലിയ ഓടയാണ്. അത്യാവശ്യം ആഴമുള്ള ഓടയാണ്. പക്ഷേ ഓടയും റോഡും തമ്മിൽ വേർതിരിക്കുന്ന കാര്യമായ സിഗ്നലുകളോ അല്ലെങ്കിൽ കൈവരികളോ ഒന്നും ആ റോഡിലില്ല. അറിയാവുന്ന റോഡാണത്. അപ്പോൾ അവിടെ അങ്ങനെയാണ് അത് ഒരു വാഗണാർ കാറാണ് അങ്ങോട്ടേക്ക് മറിഞ്ഞത്. അശ്വിൻ പാലാഴി തുടർന്നു. അശ്വിൻ, എന്തായാലും കാറ് മറിഞ്ഞപ്പോൾ തന്നെ ആളുകൾ കണ്ടു അല്ലേ, ഭാഗ്യത്തിന്? അശ്വിൻ കേൾക്കാമോ? ഹാഷ്മി കേൾക്കാം. ഈ വാഹനം ഇപ്പോൾ ഈ വെള്ളം വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വാഹനം വീണ്ടും ഒഴുകി പോകുന്നതാണ്. പൂർണ്ണമായും ഈ കാനയിലേക്ക് വീഴുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതായത് വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുന്നതനുസരിച്ച് അത് വീണ്ടും ആ ഓടയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വാഹനം പൂർണ്ണമായും ആ ഒരു കാനയിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഒരു അരമണിക്കൂർ മുമ്പ് അത്തരത്തിൽ ഈ വഴിയിലൂടെ സഞ്ചരിക്കവേ ഈ വാഹനം ഇങ്ങനെ റോഡിൽ നിന്നും ഓടയിലേക്ക് തെന്നി മാറിയത്. അതിപ്പോൾ ഒരു പകുതി ഭാഗം മാത്രമായിരുന്നു ഇത്രയും നേരം വീണിരുന്നത്. ഇപ്പോൾ അത് പൂർണ്ണമായും ആ ഓടയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ വെള്ളത്തിന്റെ ഒഴുക്ക് വർദ്ധിക്കുന്നു. ഒപ്പം ഇതിന്റെ ജലനിരപ്പ് താഴ്ന്നതുമനുസരിച്ചാണ് ഈ വാഹനം ഇങ്ങനെ പൂർണ്ണമായും ഈ ഓടയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് തത്സമയം ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ തന്നെ വാഹനത്തിന്റെ ഒരു പകുതിയിലധികം ഈ സമാനമായ രീതിയിൽ ഈ വെള്ളത്തിനടിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോഴും അത് ഇപ്പോൾ ബാക്കിലെ ആ ഒരു പുറകിലെ ടയറിന്റെ ഒരു ബലത്തിലാണ് അത് മുഴുവനായും മുങ്ങി നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ആളുകളോട് പറയാനുള്ളത് ഈ ഇങ്ങനെ റോഡും ഓടയും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ആ വേർതിരിവില്ലാത്ത ഒരുപാട് ഇടങ്ങൾ ഇങ്ങനെ കൊച്ചിയിൽ സമാനമായ സ്ഥലങ്ങളിലുണ്ട്. അത് വലിയ അപകടങ്ങളിലേക്കാണ് പോകുന്നത്. എന്തായാലും ഈ സംഭവം നടക്കുമ്പോൾ ഇതിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഒരു വലിയ അപകടം ഒഴിവാക്കിയത്. അദ്ദേഹത്തിന് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. യാത്രക്കാരുണ്ടായിരുന്നുവെങ്കിൽ ആ മറുഭാഗം പൂർണ്ണമായും യാത്രക്കാർ വെള്ളത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ടാക്സി വാഹനമാണ്, യാത്രക്കാരുണ്ടായിരുന്നില്ല അതിൽ എന്നുള്ളത് വലിയ ഭാഗ്യമാണ് എന്ന് വേണം പറയാൻ. എന്തായാലും വാഹനം പൂർണ്ണമായി ഇപ്പോൾ ഈ വെള്ളത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അല്ല, നമുക്കറിയാവുന്ന റോഡാണ് ആ റോഡ്. പക്ഷേ അവിടെയുള്ള ഓട ഒരു വാഗണാർക്കാർക്ക് ഇത്തരത്തിൽ വീഴാനും പാകത്തിൽ വീതിയും വലിപ്പമൊക്കെ ഉള്ള ഓടയാണോ അത്? ഇത് ഒരാൾ താഴ്ചയുള്ള ഓടയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് ഈ റോഡിന്റെ എഡ്ജ് എന്ന് പറയുന്നത്. ഇതിനപ്പുറത്താണ് ഈ കാനയുള്ളത്. ഈ റോഡിന്റെ എഡ്ജ് ഈ വെള്ളം കയറിയപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ ഡ്രൈവർക്ക് പറ്റിയ അബദ്ധം. വാഹനം മുന്നോട്ട് പോകാൻ ഉള്ള ഇടയുണ്ട് എന്നുള്ളത് വെച്ചാണ് വാഹനം മുന്നോട്ട് പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു വശം പൂർണ്ണമായും ഇവിടേക്ക് വീണത്. എന്തായാലും ഇപ്പോൾ ആ വാഹനം കൂടുതലായി ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വീണ്ടും ആ ഒഴുക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് വാഹനം വീണ്ടും മുന്നോട്ട് പോകുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാൾ താഴ്ചയിലധികം ഏകദേശം 7 അടിയോളം താഴ്ചയുള്ള ഒരു കാനയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ഒരു വലിയൊരു അപകടം ഒഴിവായത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ വാഹനം ഇനി ഉയർത്തണമെങ്കിൽ ഈ വെള്ളം പൂർണ്ണമായി ഒഴുകി മാറണം. ഒപ്പം മറ്റു വാഹനങ്ങൾ ഇവിടേക്ക് എത്തത് ട്രെയിൻ അടക്കമുള്ള വാഹനങ്ങൾ എത്തിയാൽ മാത്രമേ ഇത് പുറത്തേക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് വേർതിരിച്ചറിയാനുള്ളൊരു ഒരു മാർഗവും ഇവിടെ ഇല്ല എന്നുള്ളതാണ് അപകടകരമായ ഒരു സാഹചര്യം. ഇങ്ങനെ ഈ കൈവരികളില്ലാത്തത് വലിയ അപകടം ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാൽനട യാത്രക്കാർ, ഈ അപരിചിതരായ ആളുകൾ ഈ വഴി എത്തുമ്പോൾ അത് വലിയ അപകടം ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. എന്തായാലും ഈ മഴക്കാലത്ത് വീണ്ടും ഈ വാഹനം ഒഴുകിപ്പോകുന്നത് നമുക്ക് കാണാം. അതായത് പുറകിലെ ടയറിന്റെ പിടുത്തം റോഡിൽ നിന്ന് വിടുന്നു. അത് വീണ്ടും അവിടെ നിന്ന് പതിയെ ഈ പൂർണ്ണമായും കാനയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഈ പുറകിലെ ടയറിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആ ഒരു ടയറിന്റെ പിടുത്തത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇത് പൂർണ്ണമായും ഈ വെള്ളത്തിലേക്ക് വീഴാതെ നിൽക്കുന്നത്. ഈ പുറകിൽ നിന്ന് വരുന്ന വെള്ളം ആ വാഹനത്തിന്റെ പുറകിൽ തട്ടി ആ ബലം, അതായത് സമ്മർദ്ദം കൂടുന്നുണ്ട്. അങ്ങനെയാണിത് ഒഴുക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് കൂടുതലായി ഇത് ആ വെള്ളത്തിലേക്ക് വീഴുന്നത്. വീണ്ടും അത് പതിയെ പൂർണ്ണമായും ഇപ്പോൾ അത് വാഹനം അവിടേക്ക് വീഴുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തടയാനോ മറ്റ് ഒരു കാര്യങ്ങൾക്കോ ഇപ്പോൾ സാധിക്കുന്ന ഒരു അവസ്ഥയല്ല. അല്ലെങ്കിൽ വാഹനം മറ്റേതെങ്കിലും പോസ്റ്റിലോ വല്ലതും കയറുകൊണ്ട് കെട്ടിയിടേണ്ടി വരും. എന്തായാലും ഇപ്പോഴും അത് പതിയെ നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയൊരു ഈ വാഹനം പൂർണ്ണമായി മുങ്ങാനുള്ള ആഴം ഈ കാനക്കുണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം ഒരു 7 അടിയോളം താഴ്ചയുള്ള കാനയാണ്. അത് വലിയ അപകടമാണ്. തൃക്കാക്കര നഗരസഭാ പരിധിയിലാണ് ഈ സംഭവം. ഈ കാനയും റോഡും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയുന്ന സാഹചര്യം ഇല്ലാത്ത ഒരു സംവിധാനം. വേറെ വല്ല എന്താണ് വലിച്ചു കയറ്റാനുള്ള വണ്ടിയൊന്നും ഇപ്പോൾ നടക്കില്ല. കാര്യം അവിടെയൊക്കെ മൊത്തം വെള്ളക്കെട്ടാണ്. വണ്ടി വരെ നടക്കില്ല. ഈ വണ്ടി ഒലിച്ചു പോകാതിരിക്കാൻ എന്തെങ്കിലും അവിടെ നിൽക്കുന്നവർക്കോ നമുക്കോ ചെയ്യാൻ പറ്റുമോ? അച്ഛന്
അത് പരിശോധിക്കുന്നുണ്ട് ഹാഷ്മി. കാരണം ഏതെങ്കിലും ഒരു കയറോ എന്തെങ്കിലും വെച്ച് അത് ഈ സമയത്തും കെട്ടാൻ പറ്റിയ മരമൊന്നുമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. ഇവിടെ പൂർണ്ണമായും മതിൽ മാത്രമാണുള്ളത്. അല്ലെങ്കിൽ വൈദ്യുതി പോസ്റ്റ്, അത് ഈ കാറ് താങ്ങാനുള്ള ഒരു ബലമുള്ള വൈദ്യുതി പോസ്റ്റുകൾ പോലും ഈ സമീപത്തില്ല. അതുകൊണ്ട് ഇത് കെട്ടി നിർത്തുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് ഒഴുകിപ്പോയാലും അപ്പുറത്ത് ഒരു മതിലാണുള്ളത്, അവിടെ ഇടിച്ചു നിൽക്കാനാണ് സാധ്യത. കൂടുതൽ ദൂരത്തേക്ക് എന്തായാലും ഒഴുകി പോകില്ല. പക്ഷെ അത് വാഹനത്തിനുണ്ടാകുന്ന നഷ്ടം അത് വലുതായിരിക്കും പൂർണ്ണമായും വെള്ളത്തിലേക്ക് പോയാൽ. ഇപ്പോൾ തന്നെ പകുതിയിലധികം അത് വെള്ളത്തിനടിയിലായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് വാഹനം വലിച്ചു കയറ്റാൻ പറ്റുന്ന വാഹനങ്ങൾക്ക് പോലും ഇങ്ങോട്ട് വരാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അത്രത്തോളം വെള്ളക്കെട്ടുണ്ട്. അതായത് ഇങ്ങോട്ട് വരുന്ന എല്ലാ റോഡുകളും വെള്ളത്തിനടിയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് പ്രശ്നം. ഒന്ന് രണ്ട് പ്രശ്നം ചോദിക്കുന്നുണ്ട് ഇർഷാദ് പുല്ലോട്ടൊക്കെ. അത് കയറ്റാൻ ശ്രമിച്ചുകൂടെ? കയറ്റാൻ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ മറ്റു വണ്ടികളോ വലിച്ചു കയറ്റാൻ ഒരു വണ്ടികളൊന്നും വരാൻ പറ്റാത്ത പോലെ അവിടെ ചുറ്റും വെള്ളക്കെട്ടാണ്. അപ്പോൾ സൂക്ഷിക്കേണ്ടത് അങ്ങനെ വെള്ളക്കെട്ട് കയറി നിൽക്കുന്ന സ്ഥലങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് ജാഗ്രതയോടെ മാത്രം, പരമാവധി വെള്ളക്കെട്ടിൽ വണ്ടി ഇറക്കാതിരിക്കുക, ഇറക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ ജാഗ്രതയോടെ ഓടിക്കുക. നേരത്തെ വന്ന വാർത്ത 24 മാധ്യമപ്രവർത്തകൻ റൂബിൻ ലാലിനെ അർദ്ധരാത്രി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച് അതിരപ്പള്ളി CIയെ രക്ഷിക്കാൻ ഉന്നതതല ഗൂഢാലോചന. CI ഹെൻഡ്രിക് ഗ്രോമിക്കിനെതിരായ SP യുടെ റിപ്പോർട്ടിൽ നിന്ന് മർദ്ദന പരാമർശം ഒഴിവാക്കി. റൂബിൻ ലാലിന്റെ ഫോൺ പോലീസ് എറിഞ്ഞ് നശിപ്പിച്ചതും റിപ്പോർട്ടിലില്ല. CIയുടെ നടപടിയെ ന്യായീകരിച്ച് പരാതി അന്വേഷിച്ച ചാലക്കുടി DYSP അശോകനും രംഗത്തെത്തി. ശ്രീകാന്ത്, അത്ഭുതമല്ല, നമ്മൾ നേരത്തെയും കണ്ടതാണ് ഇത്തരത്തിൽ അങ്ങേയറ്റം നീതികേടുകൾ കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഉന്നത ഉദ്യോഗസ്ഥർ സംരക്ഷിക്കുന്നതും അനുകൂലിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നതും, തള്ളക്കോഴി അതിൻ്റെ ചിറകിൻ്റെ കീഴെ കുഞ്ഞുങ്ങളെ കാക്കുന്നത് പോലെ കാക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതുകൊണ്ട് ഇതിൽ വലിയ അത്ഭുതം വ്യക്തിപരം എനിക്ക് തോന്നുന്നില്ല കേട്ടോ ശ്രീകാന്ത്. ഹഷ്മി, ഒട്ടും തന്നെ അത്ഭുതമില്ല. ഇത് പ്രതീക്ഷിച്ചതാണ്. കാരണം ഇന്നലെ ഞാൻ അവിടെ നിന്ന് കണ്ടതാണ്. ഈ DYSP, ചാലക്കുടി DYSP അശോകൻ അവിടെ എത്തി ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു, പോലീസുകാരിൽ നിന്ന് മൊഴിയെടുക്കുന്നു, ഈ മർദ്ദനമേറ്റ ഫോൺ നശിപ്പിക്കപ്പെട്ട റൂബിൻ ലാലിൽ നിന്ന് മൊഴിയെടുക്കുന്നു. അത്തരം കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ഞാൻ കണ്ടതാണ്. അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടെ നമുക്ക് കിട്ടിയ ഏറ്റവും നിർണായകമായ ഒരു വിവരമുണ്ട്. അതായത് ഈ കേസിൽ റൂബിൻ ലാലിനെ കുടുക്കണമെന്ന് വനം വകുപ്പ് ആസ്ഥാനത്ത് നിന്നും SP നവനീത് ശർമ്മയ്ക്ക് ഒരു ഫോൺ കോൾ എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. ശേഷം ഈ SP നവനീത് ശർമ്മ ചാലക്കുടി DYSP അശോകനെ ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തുന്നു. അശോകന്റെ നിർദ്ദേശപ്രകാരമാണ് CI ഇത് ചെയ്തത് എന്നുള്ള കാര്യമാണ്, CI ഈ അറസ്റ്റ് തിടുക്കപ്പെട്ട് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ CI തന്നെ നമ്മളിൽപ്പെട്ട പല ആളുകളോടും വിളിച്ച് തനിക്ക് മുകളിൽ വനം വകുപ്പിന്റെ സമ്മർദ്ദമുണ്ട്, തിരുവനന്തപുരത്ത് നിന്നും തനിക്ക് വിളി വന്നു, SP-ക്ക് വിളി വന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ് തനിക്കിത് ചെയ്യേണ്ടി വന്നത് എന്ന് ഇതേ CI ആൻഡ്രിക്ക് നമ്മളോട് ഇന്നലെ പറഞ്ഞതാണ്. നമ്മുടെ വിവിധ റിപ്പോർട്ടർമാരെ വിളിച്ചിരുന്നു. അത് 1-2 റിപ്പോർട്ടർമാരെയല്ല, പല റിപ്പോർട്ടർമാരെ വിളിച്ചിരുന്നു. ഇന്ന് രാവിലെ ഞാനും അതോടൊപ്പം സൂരജും, തൃശൂർ ലേഖകൻ സൂരജും കൂടി ഈ CI ആൻഡ്രിക്കിനെ കാണാൻ പോയി. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് എന്നെ എന്തിനിങ്ങനെ ഉപദ്രവിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് മുകളിൽ നിന്നും സമ്മർദ്ദമുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നലെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലേഖകനെ വിളിച്ചും പറഞ്ഞത് ഇപ്രകാരമാണ്. അതായത് ആരാണോ ഇത് ചെയ്യാൻ പറഞ്ഞത് അവർ തന്നെ ഇത് അന്വേഷിക്കുന്നു. SP നിർദ്ദേശിക്കുന്നു, DYSP അശോകൻ അന്വേഷിക്കുന്നു, ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു, അത് വീണ്ടും ADGPക്ക് കൈമാറുന്നു. ആരാണോ റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് അവർ തന്നെ അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു. റൂബിൻ ലാൽ കുറ്റക്കാരനാണ്, റൂബിൻ ലാലിനെ CI എന്തെങ്കിലും ചെയ്തതിന് തെളിവില്ല എന്ന്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ഈ മർദ്ദന പരാമർശം ഒഴിവാക്കി, കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചു, അസഭ്യം പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യവും ഈ റിപ്പോർട്ടിൽ ഇല്ല. ഈ ഒരുപക്ഷെ ഈ DYSP അശോകൻ ഈ മർദ്ദനമെന്ന് എഴുതാനുള്ള ഒരു ശേഷിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു അവഗാഹമോ ഇല്ലാത്തതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പോലീസ് എറിഞ്ഞുടച്ച ഫോണിനെ പറ്റി യാതൊരു പരാമർശവും ഈ DYSP അശോകൻ തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിലില്ല. മാത്രമല്ല CI തന്നെ പറയുന്നു എനിക്ക് തലയ്ക്ക് മുതൽ പോരാത്ത വല്ലാത്ത സമ്മർദ്ദമാണെന്ന് പറയുന്നു. അപ്പോൾ ആ സമ്മർദ്ദപ്പെടുത്തിയവർ തന്നെ ആ CIക്കെതിരെ അന്വേഷിക്കുകയും ആ സമ്മർദ്ദപ്പെടുത്തിയവർ തന്നെ CIക്ക് അനുകൂലമായി റിപ്പോർട്ട് എഴുതുക എന്ന് പറയുന്ന തമാശയാണ്, കോമഡി പരിഹാസ്യതയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഉച്ചവാർത്ത യാത്ര തൽക്കാലം പൂർണ്ണമാവും. നമ്മൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.